Good afternoon. Good afternoon. Good afternoon, Miss. Okay, good afternoon. How are you, ma'am? Fine. സുഖാണോ? ഫുഡ് കഴിച്ചോ മിസ്സേ? ആ, ഫുഡ് കഴിച്ചു. എനിക്കിതൊക്കെ തന്നെ നിങ്ങളോട് ചോദിക്കാനുള്ളൂ. നിങ്ങള് ഫുഡ് കഴിച്ചോ? കഴിച്ചു. ബ്രേക്ക് കഴിച്ചു. ലഞ്ചിന് ടൈം ആയിട്ടില്ല. ശരി. എപ്പോഴാണ് ലഞ്ച് കഴിക്കുന്നത്? ക്ലിയർ ആകുന്നില്ല. ഇത് ബ്ലറാണ് കുറച്ച്. ഇപ്പൊ ക്ലിയർ ആയി വരുന്നുണ്ട്. സ്ക്രീൻ കുറച്ച് കഴിയുമ്പോൾ ഷെയർ ആവും കേട്ടോ. കുറച്ച് ഷെയറിങ്ങിന് ചെറിയൊരു ഇഷ്യൂ ഉണ്ട്. കുറച്ച് നേരം കൊണ്ട് വെയിറ്റ് ചെയ്യുമ്പോൾ ശരിയാവും കേട്ടോ. ഓക്കെ. ഈ ഒരു സിസ്റ്റം കുറച്ച് സ്ലോ ആണ്. എന്താണ് അവൻ ഇടയ്ക്കിടയ്ക്ക് കുറച്ച് കഴിയുമ്പോൾ ശരിയാവും കേട്ടോ. പിന്നെ അപ്പൊ കഴിഞ്ഞ ദിവസം എടുത്തതൊക്കെ വായിച്ചൊക്കെ നോക്കിയോ? എളുപ്പമുള്ള കാര്യങ്ങളല്ലേ നമ്മൾ പഠിച്ചത്? ഓക്കെ. അപ്പൊ നമുക്ക് ബാക്കിയുള്ള ഭാഗങ്ങളും കൂടെ നോക്കാം. ഡയറക്റ്റ് ഞാനൊന്ന് ചെക്ക് ചെയ്തിട്ട് ഷെയർ ചെയ്യാം. ഇപ്പൊ നിങ്ങളുടെ ടെക്സ്റ്റിൽ നോക്കിയാൽ മതി കേട്ടോ. നമ്മള് കഴിഞ്ഞ ക്ലാസ്സിൽ പഠിച്ചത് ബ്ലഡ് ബാങ്ക് അല്ലെ? ബ്ലഡ് ബാങ്ക് എന്താണെന്ന് പഠിച്ചു. പിന്നെ ബ്ലഡ് ബാങ്കിന്റെ പ്രധാനപ്പെട്ട ഫങ്ഷൻസുകൾ എന്തൊക്കെയാണെന്ന് നമ്മൾ കണ്ടു. പിന്നെ അതിന്റെ ഐഡിയൽ ലൊക്കേഷൻ അല്ലെ? ഒരു ബ്ലഡ് ബാങ്കിന്റെ ലൊക്കേഷനുമായിട്ട് ബന്ധപ്പെട്ട് ശ്രദ്ധിക്കേണ്ട കാര്യങ്ങളൊക്കെ നമ്മൾ പറഞ്ഞു. പിന്നെ ഒരു ഓർഗാനോഗ്രാം പഠിച്ചു അല്ലെ? ഓർഗാനോഗ്രാം പഠിച്ചു. പിന്നെയോ ബ്ലഡ് ബാങ്കിൽ നടത്തുന്ന ടെസ്റ്റുകൾ ഏതൊക്കെയാണ്? വളരെ കുറച്ച് പ്രിലിമിനറി ടെസ്റ്റുകൾ മാത്രം നമ്മൾ എടുത്തു പഠിച്ചിരുന്നു അല്ലെ? ഗ്രൂപ്പിംഗ് ടെസ്റ്റ് ഉണ്ട്, ആർച്ച് ടൈപ്പിംഗ് ടെസ്റ്റ് ഉണ്ട്, അതുപോലെ ഏതെങ്കിലും തരത്തിലുള്ള റെഡ് ബ്ലഡ് സെൽ ആന്റിബോഡീസ് അങ്ങനെ പറയുന്ന ട്രാൻസ്ഫ്യൂഷൻ റിയാക്ഷൻ ടെസ്റ്റുകൾ നടത്തുന്നുണ്ട്. പിന്നെ ഈ പറയുന്ന പോലെ ഏതെങ്കിലും തരത്തിലുള്ള ഇൻഫെക്ഷൻസ്, പ്രത്യേകമായിട്ട് ചില ഇൻഫെക്ഷൻസ് അവിടെ പറഞ്ഞിരുന്നു അല്ലെ? ഹെപ്പറ്റൈറ്റിസ് വൈറസ് ബി ആൻഡ് സി, അതുപോലെ HIV, പിന്നെ സിഫിലിസ് പോലെയുള്ള ഇൻഫെക്ഷൻസ് ഒക്കെ ഉണ്ടോ എന്നുള്ളത് ചെക്ക് ചെയ്യാനുള്ള സ്ക്രീനിങ് ടെസ്റ്റുകളും ബ്ലഡ് ബാങ്കിൽ നടത്തുന്നുണ്ട് അല്ലെ? ഇങ്ങനെ ടെസ്റ്റ് ചെയ്തില്ലെങ്കിൽ പിന്നെ എന്തുണ്ടാവും? കൊടുക്കുന്ന ആൾക്കും കൂടെ ഇൻഫെക്ഷൻ വരും അല്ലെ? ഓക്കെ. അതിന് കൃത്യമായിട്ടുള്ള പ്രോട്ടോകോള് നമ്മുടെ വേൾഡ് ഹെൽത്ത് ഓർഗനൈസേഷൻ മുന്നോട്ട് വെച്ചിട്ടുണ്ട്. പിന്നെ നമ്മൾ പഠിച്ചത് വാട്ട് ആർ ദ ബ്ലഡ് ടൈപ്സ് ആണ് അല്ലെ? വിവിധ തരത്തിലുള്ള ബ്ലഡ് ടൈപ്സിന്റെ വിതരണം. ഏറ്റവും കൂടുതൽ ആളുകളിൽ വിതരണം ചെയ്യപ്പെടുന്നത് O പോസിറ്റീവ് ആണ്. ഏറ്റവും കൂടുതൽ ആളുകൾക്കുള്ളതും O പോസിറ്റീവ് ആണ് കേട്ടോ. തൊട്ട് താഴെ വരുന്നത് A പോസിറ്റീവ് ആണ്. ഓക്കെ, അത് ആ ടേബിളിൽ നിന്ന് നമുക്ക് മനസ്സിലായ ഒരു കാര്യമാണ്. ഏറ്റവും കുറവ് A നെഗറ്റീവ് ആണ് 1%. ഇവിടെ വരെയാണ് നമ്മൾ കഴിഞ്ഞ ക്ലാസ്സിൽ പറഞ്ഞു നിർത്തിയത് കേട്ടോ. ഓക്കെ, ഇനി നമുക്ക് ബാക്കിയുള്ള കാര്യങ്ങൾ നോക്കാം. വളരെ കുറച്ച് കാര്യങ്ങൾ നമുക്ക് പഠിക്കാനുള്ളൂ കേട്ടോ. ഒട്ടുമിക്കതും നിങ്ങൾക്ക് എനിക്ക് തോന്നുന്നു അറിയാവുന്ന കാര്യങ്ങളായിരിക്കാം. അറിയാത്തവരും ഉണ്ടാവാം. അറിയാത്തവരൊക്കെ ഒന്ന് ശ്രദ്ധിച്ചാൽ മതി കേട്ടോ. അറിയുന്നവരും ഉണ്ടാവാം. അപ്പൊ നോക്കാം, വാട്ട് ആർ ദ കോൺസ്റ്റിറ്റ്യൂവന്റ് ഓഫ് ബ്ലഡ് കേട്ടോ. ഇനി നമ്മൾ പഠിക്കുന്നത് ബ്ലഡിനകത്തുള്ള കമ്പോണൻസുകളാണ്. ഇതിന് തുടക്കം തന്നെ ചോദിച്ചപ്പോൾ നിങ്ങൾ പറഞ്ഞു ബ്ലഡിലെ എല്ലാ കമ്പോണൻസുകളൊക്കെ പറഞ്ഞിരുന്നു. ഏതൊക്കെയാണ്? RBC ഉണ്ട്, WBC ഉണ്ട്, പ്ലേറ്റ്ലെറ്റ് ഉണ്ട്, പ്ലാസ്മയുണ്ട് അല്ലെ? ഇത്രയും കമ്പോണൻസുകളാണ് നമ്മുടെ ബ്ലഡിനകത്ത് ഉള്ളത്. ഇനി നമ്മൾ ഓരോ ബ്ലഡ് കമ്പോണന്റുകൾ ഏതൊക്കെയാണെന്നും അതിന്റെ ഫങ്ഷൻസുകൾ എന്തൊക്കെയാണെന്നും പഠിക്കാൻ പോവാണ് കേട്ടോ. അപ്പൊ നോക്കാം, when blood or one of its constituent part is transferred, each component serves many functions that includes the following. First one എന്താണ്? റെഡ് ബ്ലഡ് സെൽസ് ആണ് കേട്ടോ. RBC അല്ലെ? ചുവന്ന രക്താണുക്കൾ അല്ലെങ്കിൽ അരുണ രക്താണുക്കൾ എന്നൊക്കെ പറയും. RBCന് നമ്മുടെ RBCയുടെ സയന്റിഫിക് നെയിം എന്ന് പറയുന്നത് എറിത്രോസൈറ്റ് എന്നാണ് കേട്ടോ. എറിത്രോസൈറ്റ് എന്നാണ് പേര്. ഈ ടെർമിനോളജി ഒക്കെ വരുമ്പോൾ ആദ്യം വരുന്നുണ്ട്. എങ്കിലും നമ്മൾ സ്കൂളിലൊക്കെ പഠിച്ചിട്ടുള്ള കാര്യമാണ് കേട്ടോ. RBCയുടെ സയന്റിഫിക് നെയിം എന്താണ്? എറിത്രോസൈറ്റ് എന്നാണ് കേട്ടോ. എറിത്രോസൈറ്റ്. ഓക്കെ, ചുവന്ന രക്താണുക്കള് അഥവാ അരുണ രക്താണുക്കൾ എന്ന് പറയും. എന്താണ് അതിന്റെ പ്രധാനപ്പെട്ട ഫംഗ്ഷൻ എന്ന് പറഞ്ഞു കഴിഞ്ഞാല്, these cells transport oxygen to the tissues in the body and are commonly used to treat
അനീമിയ. അണ്ടർലൈൻ ചെയ്ത് വെക്കാം കേട്ടോ. എന്താണ് അതിന്റെ ഫംഗ്ഷൻ? ഓക്സിജൻ ട്രാൻസ്പോർട്ടേഷൻ ആണ്, ഓക്സിജൻ സംവഹനമാണ് RBCയുടെ ഫംഗ്ഷൻ എന്ന് പറയുന്നത്. അതായത് the cells transport oxygen to the tissues in the body and are commonly used to treat anemia. നമ്മുടെ ശരീരകലകൾക്ക് ആവശ്യമായിട്ടുള്ള ഓക്സിജനെ എത്തിക്കുന്നത്, ഓക്സിജൻ സംവഹനം നടത്തുന്നത് RBC ആണ്. അപ്പൊ പോയിന്റ് മാത്രം ഓർത്ത് വെച്ചാൽ മതി, ഓക്സിജൻ ട്രാൻസ്പോർട്ടേഷൻ. ഓക്കെ, ഇനി എന്ത് ചികിത്സിക്കാൻ നമ്മൾ പൊതുവെ RBC നമുക്ക് ആവശ്യമായിട്ട് പൊതുവെ എന്തിനൊക്കെ ഉപയോഗിക്കുന്നുണ്ട്? RBC കമ്പോണന്റുകൾ നമുക്ക് സപ്ലൈ ചെയ്യേണ്ടി വരുന്നത് എപ്പോഴാണെന്ന് അറിയോ? ദാറ്റ് ആർ കോമൺലി യൂസ്ഡ് ടു ട്രീറ്റ് അനീമിയ. അനീമിയ അല്ലെ, വിളർച്ച ട്രീറ്റ് ചെയ്യുന്നതിന് വേണ്ടിയിട്ട് നമുക്ക് RBC കമ്പോണന്റ് ഉപയോഗപ്പെടുത്തുന്നുണ്ട് അല്ലെ. കാര്യം നമുക്കറിയാം, ഈ RBCയിൽ അടങ്ങിയിരിക്കുന്ന ഒരു പ്രോട്ടീൻ ആണ് അല്ലെ ഹീമോഗ്ലോബിൻ എന്ന് പറയുന്നത്. ഹീമോഗ്ലോബിനിൽ അടങ്ങിയിരിക്കുന്ന ഒരു മെറ്റൽ ആണ്. ഹീമോഗ്ലോബിനിൽ അടങ്ങിയിരിക്കുന്ന മെറ്റൽ ഏതാണ്? അയൺ ആണ് അല്ലെ. അയൺ, ഈ അയണിന്റെ അംശം കുറയുമ്പോഴാണ് നമുക്ക് എന്ത് വരുന്നത്? വിളർച്ച വരുന്നത് അല്ലെ. ചില ആളുകൾ വളരെ അനീമിക് ആയിരിക്കും അല്ലെ. നമ്മുടെ കണ്ണിന്റെ ഇവിടെ ഇങ്ങനെ നോക്കിക്കഴിഞ്ഞാൽ അറിയാൻ പറ്റും, പിന്നെ വെളുത്ത പോലെയൊക്കെ ഇരിക്കുന്നുണ്ടെങ്കിൽ വിളർച്ചയായിട്ടുണ്ടായിരിക്കും. HBയുടെ കൗണ്ട് വളരെ കുറവായിരിക്കും നമുക്ക് അല്ലെ. അപ്പൊ അങ്ങനെയുള്ളവര് അനീമിക് പേഷ്യൻസ് ആണ് അല്ലെ. ഓക്കെ, അപ്പൊ അങ്ങനെയുള്ളവർക്ക് അയൺ ഗുളികകളൊക്കെ ഡോക്ടർ എഴുതി കൊടുക്കാറുണ്ട് അല്ലെ. പിന്നെ നമ്മൾ ഈ പറഞ്ഞ പോലെ അയണുള്ള ഭക്ഷണ സാധനങ്ങളൊക്കെ നമ്മൾ എന്ത് ചെയ്യണം? ഭക്ഷണമൊക്കെ കഴിക്കണം, അങ്ങനെയുള്ള ആഹാര സാധനങ്ങളൊക്കെ നമ്മൾ ഉൾപ്പെടുത്തണം അല്ലെ. ഓക്കെ, അപ്പൊ പൊതുവെ RBC എന്തിനു വേണ്ടിയിട്ടാണ് ഉപയോഗിക്കുന്നത്? ഇറ്റ് ഈസ് യൂസ്ഡ് ടു ട്രീറ്റ് ദ അനീമിയ. ഓക്കെ, ഇത്രയും മനസ്സിലാക്കിയാൽ മതി. RBCയുടെ ഫംഗ്ഷൻ ഓക്സിജൻ ട്രാൻസ്പോർട്ടേഷൻ. എന്തിനു വേണ്ടിയിട്ടാണ് ഉപയോഗിക്കുന്നത്? യൂസ്ഡ് ടു ട്രീറ്റ് അനീമിയ. അപ്പൊ അനീമിക് ആയിട്ടുള്ള പേഷ്യൻസിന് നമ്മൾ ഏത് കമ്പോണന്റ് ആണ് പൊതുവെ കൊടുക്കുന്നത്? RBC ആണ് കൊടുക്കുന്നത്. ഓക്കെ, അടുത്തതാണ് പ്ലേറ്റ്ലെറ്റ്. പ്ലേറ്റ്ലെറ്റിന്റെ ഫംഗ്ഷൻ എന്താണ്? They help the blood to clot and are used to treat leukemia and other forms of cancer. അല്ലെ, പ്ലേറ്റ്ലെറ്റിന്റെ ഫംഗ്ഷൻ എന്താണ്? പ്ലേറ്റ്ലെറ്റ് എന്തിനെ സഹായിക്കുന്നു? ഹെൽപ്പ് ദ ബ്ലഡ് ടു ക്ലോട്ട് അല്ലെ, രക്തം കട്ട പിടിക്കാനായിട്ട് സഹായിക്കുന്ന ബ്ലഡ് സെല്ലാണ് പ്ലേറ്റ്ലെറ്റ് എന്ന് പറയുന്നത്. രക്തം കട്ട പിടിക്കാനായിട്ട് സഹായിക്കുന്ന ബ്ലഡ് സെൽ ഏതാണ്? പ്ലേറ്റ്ലെറ്റ് ആണ് അല്ലെ. ഓക്കെ, പ്ലേറ്റ്ലെറ്റ് ആണ്. എന്തിനു വേണ്ടിയിട്ടാണ് നമ്മൾ പ്ലേറ്റ്ലെറ്റ് യൂസ് ചെയ്യുന്നത്? These are used to treat leukemia and other forms of cancer. Leukemia എന്ന് പറഞ്ഞാൽ എന്താണ്? ബ്ലഡ് ക്യാൻസർ ആണ് കേട്ടോ. ബ്ലഡ് ക്യാൻസറിനെയാണ് നമ്മൾ ലുക്കീമിയ എന്ന് പറയുന്നത്. അപ്പോ ഇത് ബ്ലഡ് ക്ലോട്ട് ചെയ്യാൻ സഹായിക്കുന്ന ഒരു ബ്ലഡ് സെല്ലാണ്. അപ്പൊ ലുക്കീമിയ അല്ലെങ്കിൽ മറ്റുള്ള ക്യാൻസർ ട്രീറ്റ്മെന്റിനൊക്കെ ഇത് ഉപയോഗിക്കുന്നുണ്ട്. കാര്യം എന്താണെന്ന് വെച്ചാൽ ലുക്കീമിയ ആയിക്കോട്ടെ, മറ്റു ക്യാൻസർ ട്രീറ്റ്മെന്റിന്റെ ഒക്കെ ക്യാൻസറിന്റെ ട്രീറ്റ്മെന്റിന്റെ ഒക്കെ ഭാഗമായിട്ട് നമ്മൾ കീമോതെറാപ്പി അല്ലെ, റേഡിയേഷൻ തെറാപ്പി ഒക്കെ കൊടുക്കുമ്പോൾ ദാറ്റ് ക്യാൻ ഡാമേജ് അവർ ബോൺ മാരോ. നമ്മുടെ ബോൺ മാരോനെ അത് ഡാമേജ് ചെയ്യും. അസ്ഥിമജ്ജ, അവിടെ നിന്നാണ് ഈ പറയുന്ന രക്തകോശങ്ങളൊക്കെ ഉൽപ്പാദിപ്പിക്കപ്പെടുന്നത്. അപ്പൊ ഇങ്ങനെയുള്ള ഈ എന്താണ് ക്യാൻസർ ട്രീറ്റ്മെന്റുകളൊക്കെ നടത്തുമ്പോൾ ഈ ബോൺ മാരോയ്ക്ക് ഡാമേജ് വരാനുള്ള ചാൻസ് കൂടുതലാണ്. അതുപോലെ തന്നെ ഈ ബോൺ മാരോയുടെ ഡാമേജ് വരുമ്പോൾ തന്നെ എന്തുണ്ടാവുന്ന അറിയോ? ബ്ലഡ് സെല്ലുകളുടെ കൗണ്ട് അങ്ങ് കുറയാൻ തുടങ്ങും. കാര്യം അവിടെ നിന്നാണ് ഈ രക്തകോശങ്ങളൊക്കെ ഉൽപ്പാദിപ്പിക്കപ്പെടുന്നത്. അത് ഡാമേജ് ആവുമ്പോൾ എന്ത് സംഭവിക്കും? ഇങ്ങനെയുള്ള ബ്ലഡ് സെല്ലുകളുടെ കൗണ്ട് കുറയാനായിട്ട് തുടങ്ങും. അത് മാത്രമല്ല, നമ്മൾ കീമോതെറാപ്പിയും മറ്റുമൊക്കെ ചെയ്യുന്ന സമയത്ത് ഇന്റേണൽ ആയിട്ടുള്ള ബ്രൂയിസിങ്, ബ്ലീഡിങ്ങിനൊക്കെ ചാൻസ് ഉണ്ട്. അപ്പൊ ബ്ലീഡിങ് പ്ലേറ്റ്ലെറ്റിന്റെ കുറവ് സംഭവിച്ച ക്ലോട്ട് ആവില്ലല്ലോ, ബ്ലീഡിങ് കൂടുതലായിരിക്കും. അപ്പൊ അത് ക്ലോട്ട് ചെയ്യുന്നതിന് വേണ്ടിയിട്ട് ബ്ലഡ് ക്ലോട്ട് ചെയ്യാനായിട്ട് സഹായിക്കുന്ന ഒരു ബ്ലഡ് സെല്ലാണ് പ്ലേറ്റ്ലെറ്റ് എന്ന് പറയുന്നത്. പ്ലേറ്റ്ലെറ്റ് എന്തിനു വേണ്ടിയിട്ടാണ് സാധാരണ ഉപയോഗിക്കുന്നത് എന്നാ പറയുന്നത്? ഇറ്റ് ഈസ് യൂസ്ഡ് ടു ട്രീറ്റ് ലുക്കീമിയ ആൻഡ് അതർ ഫോംസ് ഓഫ് ക്യാൻസർ. കേട്ടോ, ക്യാൻസർ ലുക്കീമിയ മീൻസ് ബ്ലഡ് ക്യാൻസർ ആണ്. ഇതിന്റെ ട്രീറ്റ്മെന്റിന് വേണ്ടിയിട്ട് നമ്മൾ എന്ത് ഉപയോഗിക്കുന്നുണ്ട്? പ്ലേറ്റ്ലെറ്റ് ഉപയോഗപ്പെടുത്തുന്നുണ്ട്. ഓക്കെ, കിട്ടിയില്ലോ? അതിന്റെ ഫംഗ്ഷന് മനസ്സിലായി. ഇനി നമുക്ക് മൂന്നാമത്തെ ബ്ലഡ് സെല്ലാണ് വൈറ്റ് ബ്ലഡ് സെൽസ് അഥവാ WBC. ഇതാണ് WBC, വൈറ്റ് ബ്ലഡ് സെൽസ് അഥവാ ശ്വേതരക്താണുക്കൾ എന്ന് നമ്മൾ പറയും. അതിന്റെ സയന്റിഫിക് നെയിം ആണ് ലിംഫോസൈറ്റ് എന്നാണ് പറയാ കേട്ടോ. എന്താണ് പറയാ? ലിംഫോസൈറ്റ് എന്നാണ് ഇതിനെ പറയുന്നത്. WBCയുടെ ഫംഗ്ഷൻ എന്താണെന്ന് നോക്കിയേ. These cells help in fighting infection and help the immune process. അതായത് നമ്മളുടെ ഇൻഫെക്ഷനെതിരെ അല്ലെ, ഇൻഫെക്ഷനെതിരെ ഫൈറ്റ് ചെയ്യുന്നത്, അത് നമ്മുടെ രോഗപ്രതിരോധ ശേഷിയെ വർദ്ധിപ്പിക്കാൻ സഹായിക്കുന്ന ബ്ലഡ് സെല്ലാണ് ആര്? നമ്മുടെ WBC എന്ന് പറയുന്നത്.
മനസ്സിലായോ? എന്തിനെ സഹായിക്കുന്നത്? ഹെൽപ്പ് ഇൻ ഫൈറ്റിംഗ് ഇൻഫെക്ഷൻ അല്ലെ, ഇൻഫെക്ഷന് എതിരെ ഫൈറ്റ് ചെയ്യുന്നതിന് വേണ്ടിയിട്ട് സഹായിക്കുന്നത് WBC ആണ്. അതിലൂടെ നമ്മുടെ ഇമ്മ്യൂൺ പ്രോസസ് അല്ലെ, നമ്മുടെ രോഗപ്രതിരോധ ശേഷിയെ വർദ്ധിപ്പിക്കുന്നത്, അതിന് സഹായിക്കുന്നത് ആരാണ്? വൈറ്റ് ബ്ലഡ് സെൽ ആണ് കേട്ടോ, ശ്വേതരക്താണുക്കളാണ്. ഈ ശ്വേതരക്താണുക്കൾ തന്നെ 5 ടൈപ്പ് ഉണ്ട്. ലിംഫോസൈറ്റ്, ന്യൂട്രോഫിൽ, ഈസിനോഫിൽ, ബേസോഫിൽ എന്നൊക്കെ മോണോസൈറ്റ് എന്നൊക്കെ പറയുന്ന ഒരു 5 ടൈപ്പ് ഓഫ് WBC ഉണ്ട് കേട്ടോ. അപ്പൊ ഓരോന്നിനും അതിന്റേതായ ഫംഗ്ഷൻ. നമ്മൾ ഈ CBC ടെസ്റ്റ് ഒക്കെ ചെയ്യില്ലേ, ബ്ലഡിന്റെ ടെസ്റ്റുകളൊക്കെ ചെയ്തിട്ട് എന്തായാലും എല്ലാവരും ചെയ്തിട്ടുണ്ടാവും. ചെയ്യുമ്പോൾ ആ ലിസ്റ്റിൽ നിങ്ങൾ കണ്ടിട്ടുണ്ടാവും. ഈ WBCയുടെ ഒക്കെ CBC ഒക്കെ ചെയ്യുമ്പോൾ കറക്റ്റ് നമുക്ക് ലാബ് ടെസ്റ്റ് ചെയ്യുമ്പോൾ കാണാൻ പറ്റും. മോണോസൈറ്റ്, ലിംഫോസൈറ്റ്, ന്യൂട്രോഫിൽ, ഈസിനോഫിൽ, ബേസോഫിൽ എന്നൊക്കെ പറഞ്ഞ് പ്രത്യേകം കൗണ്ടുകൾ കാണാം. അപ്പൊ നമുക്ക് പൊതുവെ ഈ എന്താണ് ഈ ആസ്മ അല്ലെങ്കിൽ ശ്വാസമുട്ടൽ അങ്ങനത്തെ ഇഷ്യൂസ് ഒക്കെ വരുമ്പോൾ ഈസിനോഫിലിന്റെ കൗണ്ട് കൂടുതലായിരിക്കും. ഓക്കെ, അല്ലെങ്കിൽ പൊതുവെ നമുക്ക് ഇൻഫെക്ഷൻ വരുന്ന സമയത്ത് നമ്മുടെ ബ്ലഡ് ടെസ്റ്റ് ചെയ്ത് നോക്കിക്കഴിഞ്ഞാൽ അവിടെ WBCയുടെ കൗണ്ട് പൊതുവെ കൂടുതലായിരിക്കും. കാര്യം നമ്മൾ ഇൻഫെക്റ്റഡ് ആണ്, അതിനെതിരെ നമ്മുടെ ശരീരം എന്ത് ചെയ്യുന്നുണ്ട്? ഫൈറ്റ് ചെയ്യുന്നുണ്ട്. അപ്പൊ ആ സമയത്ത് ഈ WBCയുടെ കൗണ്ട് കൂടുതലായിരിക്കും. ഓക്കെ, അപ്പൊ അങ്ങനെയൊക്കെ വരുന്ന സമയത്ത് ഡോക്ടർ ബ്ലഡ് ഒക്കെ ടെസ്റ്റ് ചെയ്ത് WBC കൗണ്ട് ഒക്കെ കൂടുമ്പോൾ ചിലപ്പോൾ ആന്റിബയോട്ടിക്കും കാര്യങ്ങളൊക്കെ എടുക്കാറുണ്ട് അല്ലെ. ഓക്കെ, അപ്പൊ WBCയുടെ ഫംഗ്ഷൻ എന്താണ്? ഹെൽപ്പിംഗ് ഫൈറ്റിംഗ് ദ ഇൻഫെക്ഷൻ ആണ്. ആൻഡ് ഇറ്റ് ഹെൽപ്പ് ദ ഇമ്മ്യൂൺ പ്രോസസ് കേട്ടോ. അതായത് നമ്മുടെ രോഗപ്രതിരോധ ശേഷി വർദ്ധിപ്പിക്കാനായിട്ട് സഹായിക്കുന്ന ബ്ലഡ് സെൽ ആണ് ഇതെന്ന് പറയുന്നത് WBC. ഇതുവരെ ഷെയർ ആയിട്ടില്ല. സ്ലോ ആണ് സിസ്റ്റം. ഓക്കെ, ടെക്സ്റ്റിൽ നോക്കിയാൽ മതി കേട്ടോ. അപ്പൊ 3 കിട്ടിയില്ല. അപ്പൊ RBCയുടെ ഫംഗ്ഷൻ ഓക്സിജൻ ട്രാൻസ്പോർട്ടേഷൻ, പ്ലേറ്റ്ലെറ്റിന്റെ ഫംഗ്ഷൻ ഹെൽപ്പ് ദ ബ്ലഡ് ടു ക്ലോട്ട്, WBCയുടെ ഫംഗ്ഷൻ ഹെൽപ്പ് ഇൻ ഫൈറ്റിംഗ് ഇൻഫെക്ഷൻ ആൻഡ് ഹെൽപ്പ് ദ ഇമ്മ്യൂൺ പ്രോസസ്. ഓക്കെ, ഇനി അടുത്ത ആളാണ് ആര്? പ്ലാസ്മ. അല്ലെ, ഈ പ്ലാസ്മയുടെ പ്രത്യേകത എന്താണ്? നമ്മുടെ രക്തത്തിലെ ദ്രാവക ഭാഗമാണ്, ഫ്ലൂയിഡ് പാർട്ടിനെയാണ്, അല്ലെങ്കിൽ വാട്ടറി ഓർ ഫ്ലൂയിഡ് പാർട്ട് ഓഫ് ദ ബ്ലഡ് ഈസ് കോൾഡ് പ്ലാസ്മ. ഓക്കെ, നമ്മുടെ പ്ലാസ്മ എന്ന് പറഞ്ഞാൽ എന്താണ്? നമ്മുടെ രക്തത്തിന്റെ ദ്രാവക ഭാഗമാണ് പ്ലാസ്മ എന്ന് അറിയപ്പെടുന്നത് കേട്ടോ. ദ വാട്ടറി ഫ്ലൂയിഡ് പാർട്ട് ഓഫ് ദ ബ്ലഡ് ഇൻ വിച്ച് ദ റെഡ് ബ്ലഡ് സെൽസ്, വൈറ്റ് സെൽസ് ആൻഡ് പ്ലേറ്റ്ലെറ്റ്സ് ആർ സസ്പെൻഡഡ്. കണ്ടോ, ഈ പ്ലാസ്മയ്ക്കകത്താണ് നമ്മൾ ഈ പറഞ്ഞ RBCയും WBCയും പ്ലേറ്റ്ലെറ്റുകളൊക്കെ കാണപ്പെടുന്നത്. ഈ പ്ലാസ്മയിലുണ്ട്. ഓക്കെ, പ്ലാസ്മ എന്ന് പറഞ്ഞാൽ ലിക്വിഡ് പാർട്ട് ഓഫ് ദ ബ്ലഡ് ആണ്. അപ്പൊ അത് ഈ ബ്ലഡിനെ നമ്മുടെ ശരീരത്തിന് മുഴുവൻ ഈ പറയുന്ന പോലെ എന്താണ് ഫ്ലോ ചെയ്ത് ഈ നമ്മുടെ ഈ പ്ലാസ്മയ്ക്കകത്തുള്ള RBCനെയും WBCനെയും പ്ലേറ്റ്ലെറ്റുകളൊക്കെ നമ്മുടെ ശരീരത്തിൽ വഹിച്ചുകൊണ്ട് നടക്കുന്ന ആ ഒരു വാട്ടറി പാർട്ട് അല്ലെ, ഫ്ലൂയിഡ് പാർട്ട് എന്ന് പറഞ്ഞാൽ ബ്ലഡിൽ ആരാണ്? പ്ലാസ്മയാണ്. ഓക്കെ, അപ്പൊ നോക്കാം, പ്ലാസ്മ ഈസ് റിക്വയർഡ് ടു ക്യാരി മെനി പാർട്സ് ഓഫ് ദ ബ്ലഡ് through the bloodstream അല്ലെ. അപ്പൊ ഈ പ്ലാസ്മ എന്ത് ചെയ്യുന്നു? പ്ലാസ്മയിലുള്ള പല ഭാഗങ്ങൾ മീൻസ് പ്ലാസ്മയിൽ കാണപ്പെടുന്ന ഈ ബ്ലഡ് സെല്ലുകളെയൊക്കെ ഈ ബ്ലഡ് സ്ട്രീമിലൂടെ എന്താണ് അതിനെ ക്യാരി ചെയ്തു പോകുന്നത് ഈ ഒരു പ്ലാസ്മ എന്ന് പറയുന്ന ഒരു കമ്പോണന്റ് ആണ്. അതൊരു ഫ്ലൂയിഡ് മീഡിയം ആയതുകൊണ്ട് അതിങ്ങനെ ഫ്ലോ ചെയ്യുന്നു അല്ലെ. ഈ ഒരു ഫ്ലോ ബ്ലഡ് സ്ട്രീമിലൂടെ ഈ പറയുന്ന സെല്ലുകളും മറ്റും നമ്മുടെ ശരീരത്തിൽ എന്ത് ചെയ്യുന്നുണ്ട്? സ്ട്രീം ചെയ്തുകൊണ്ടിരിക്കുകയാണ് അല്ലെ. സോ അതാണ് അതിന്റെ പ്ലാസ്മ എന്ന് പറഞ്ഞാൽ ഇറ്റ് ഇസ് ദ വാട്ടറി ഓർ ഫ്ലൂയിഡ് പാർട്ട് ഓഫ് ദ ബ്ലഡ് ഉണ്ട് കേട്ടോ. ഇനി എന്തൊക്കെയാണ് പ്ലാസ്മയുടെ ഫങ്ഷൻസ് എന്ന് നോക്കാം. അപ്പൊ അതിന് മുമ്പായിട്ട് ഒരു കാര്യം ഞാൻ പറയാം. അത് അറിയുന്നവർ എഴുതണ്ട കേട്ടോ, അറിയുന്നവരൊന്നും എഴുതണ്ട, അല്ലാത്തവർ എഴുതാനുള്ളവർക്ക് എഴുതാം. ജസ്റ്റ് വേണമെങ്കിൽ ടെക്സ്റ്റിൽ തന്നെ വെറുതെ ഒന്ന് എഴുതി വെച്ചോളൂ കേട്ടോ. അതായത് പ്ലാസ്മ എന്ന് വേണമെങ്കിൽ ജസ്റ്റ് ഒന്ന് എഴുതിക്കോളൂ. ഈ പ്ലാസ്മയിൽ പ്രധാനമായിട്ടും 3 പ്രോട്ടീൻസുകളാണ് കാണപ്പെടുന്നത്. നിങ്ങളൊരു കാര്യം ചെയ്തോളൂ, വെറുതെ പ്ലാസ്മ എന്ന് എഴുതിയിട്ട് അതിനൊരു 3 ഏരോ കൊടുത്തോളൂ കേട്ടോ. നമ്മളിങ്ങനെ ഒരു ഫ്ലോ ചാർട്ടൊക്കെ വരയ്ക്കില്ലേ, അതേപോലെ ഒരു 3 ഏരോസ് കൊടുത്തോളൂ കേട്ടോ. ഓക്കെ, അപ്പൊ പ്ലാസ്മയിൽ കാണപ്പെടുന്ന 3 പ്രോട്ടീൻസുകളാണ് പറയാൻ പോകുന്നത് കേട്ടോ. ആദ്യത്തെ ഏരോയിൽ നിങ്ങൾ എഴുതിക്കോളൂ ആൽബുമിൻ. ഇതാണ് ആൽബുമിൻ കേട്ടോ. ALBUMIN ആൽബുമിൻ. അറിയാവുന്നവർ എഴുതണമെന്നില്ല കേട്ടോ. ആൽബുമിൻ ഒന്നാമത്തെ പ്രോട്ടീൻ ആണ് ആൽബുമിൻ. രണ്ടാമത് പേര് കൊടുത്തിട്ടില്ലേ, അതിൽ എഴുതിക്കോളൂ ഗ്ലോബുലിൻ. ഇതാണ് ഗ്ലോബുലിൻ. GLOBULIN ഗ്ലോബുലിൻ. ഓക്കെ, ഗ്ലോബുലിൻ. മൂന്നാമത്തെ പ്രോട്ടീൻ ആണ് ഫൈബ്രിനോജൻ. ഏതാണ്? ഫൈബ്രിനോജൻ.
DRYNOGEN, ഫൈബ്രിനോജൻ. കിട്ടിയോ? 3 പ്രോട്ടീൻസുകള്. പ്ലാസ്മയിൽ കാണപ്പെടുന്ന 3 പ്രോട്ടീനുകളാണ് ആൽബുമിൻ, ഗ്ലോബുലിൻ, ഫൈബ്രിനോജൻ. ഓക്കെ ആണല്ലോ. ഇനി ആൽബുമിന്റെ ചുവടെ നിങ്ങൾ എഴുതിക്കോളൂ, മലയാളത്തിൽ എഴുതി വെച്ചാൽ മതി കേട്ടോ. ആൽബുമിന്റെ ഫംഗ്ഷൻ എന്താണെന്നറിയോ? രക്തസമ്മർദ്ദം നിയന്ത്രിക്കാൻ സഹായിക്കുന്ന പ്ലാസ്മ പ്രോട്ടീൻ ആണ് ആര്? ആൽബുമിൻ. ആരാണ്? ആൽബുമിന്റെ. ആൽബുമിന്റെ ഫംഗ്ഷൻ എന്താണ്? രക്തസമ്മർദ്ദം നിയന്ത്രിക്കാൻ സഹായിക്കുന്നു. ഓക്കെ, ടു കൺട്രോൾ ദ ബ്ലഡ് പ്രഷർ, അല്ലെ? രക്തസമ്മർദ്ദം നിയന്ത്രിക്കാനായിട്ട് സഹായിക്കുന്നു. ഇനി അടുത്തത് ഗ്ലോബുലിൻ, അല്ലെ? ഗ്ലോബുലിന്റെ ഫംഗ്ഷൻ എന്താണെന്ന് അറിയാമോ? അതായത് നമ്മുടെ എന്താണ് പ്രതിരോധത്തിന് സഹായിക്കുന്ന ആന്റിബോഡികളെ ഉൽപ്പാദിപ്പിക്കുന്നു. എന്താണ്? പ്രതിരോധത്തിന് ആവശ്യമായിട്ടുള്ള ആന്റിബോഡികളെ ഉൽപ്പാദിപ്പിക്കുന്നത് ആരാണ്? ഗ്ലോബുലിനാണ് കേട്ടോ. ഇത് വെച്ചോളൂ കേട്ടോ. പ്രതിരോധത്തിന് സഹായിക്കുന്ന ആന്റിബോഡികളെ ഉൽപ്പാദിപ്പിക്കുന്നത് ഗ്ലോബുലിനാണ്. അടുത്ത ആളാരായിരുന്നു? ഫൈബ്രിനോജൻ. ഫൈബ്രിനോജന്റെ ഫംഗ്ഷൻ എന്താണെന്ന് അറിയാമോ? രക്തം കട്ട പിടിക്കാനായിട്ട് സഹായിക്കുന്നു. ഇതാണ് രക്തം കട്ട പിടിക്കാനായിട്ട് സഹായിക്കുന്നു. ഓക്കെ, ഇത്രയും നിങ്ങൾ അവിടെ ഒന്ന് എഴുതി വെച്ചോളൂ. എപ്പോഴും പഠിക്കുമ്പോൾ നിങ്ങൾക്ക് അത് ഉപകാരപ്പെടുകയാണെങ്കിൽ അവിടെ ഓർത്തിട്ടാണ്. അപ്പൊ പ്ലാസ്മയില് പ്രധാനമായിട്ടും 3 കമ്പോണന്റുകളാണുള്ളത്: ആൽബുമിൻ, ഗ്ലോബുലിൻ, ഫൈബ്രിനോജൻ. ആൽബുമിന്റെ ഫംഗ്ഷൻ എന്താണ്? രക്തസമ്മർദ്ദം നിയന്ത്രിക്കാൻ സഹായിക്കുന്നു. ഗ്ലോബുലിന്റെ ഫംഗ്ഷൻ രോഗപ്രതിരോധത്തിന് ആവശ്യമായിട്ടുള്ള ആന്റിബോഡികളെ ഉൽപ്പാദിപ്പിക്കുന്നു. ഫൈബ്രിനോജന്റെ ഫംഗ്ഷൻ എന്ന് പറഞ്ഞാൽ രക്തം കട്ട പിടിക്കാനായിട്ട് സഹായിക്കുന്നു. അപ്പൊ നമുക്ക് ഒരു ക്വസ്റ്റ്യൻ നമുക്ക് പ്രതീക്ഷിക്കാം. ഒരു കൺഫ്യൂസിങ് ക്വസ്റ്റ്യൻ ആണ്. ചോദ്യം ഒന്ന് ശ്രദ്ധിച്ച് കേൾക്കുക. നിങ്ങളോട് ചോദിക്കുകയാണ്, ദ ബ്ലഡ് സെൽ റെസ്പോൺസിബിൾ ഫോർ ദ ബ്ലഡ് ടു ക്ലോട്ട് എന്ന് ചോദിച്ചാൽ എന്തായിരിക്കും നിങ്ങൾ ആൻസർ കൊടുക്കുക? ദ ബ്ലഡ് സെൽ വിച്ച് ഈസ് റെസ്പോൺസിബിൾ ടു എന്താണ്? റെസ്പോൺസിബിൾ ഫോർ ദ ബ്ലഡ് ടു ക്ലോട്ട്. ബ്ലഡ് ക്ലോട്ട് ചെയ്യാനായിട്ട് സഹായിക്കുന്ന ബ്ലഡ് സെൽ ഏതാണ് എന്ന് ചോദിച്ചാൽ നിങ്ങൾ എന്തായിരിക്കും ആൻസർ ചെയ്യുന്നുണ്ടാവുക? ഓക്കെ, സർവ പറഞ്ഞ ഗ്ലോബുലിൻ. ഗ്ലോബുലിന്റെ ഫംഗ്ഷൻ അതാണോ? അല്ലല്ലോ. ഓക്കെ, സർവ എന്താ പറഞ്ഞത്? ഫൈബ്രിനോജൻ. കുഴപ്പമില്ല. മാറിപ്പോയതാണ്. പ്രശ്നമില്ല. ഓക്കെ, ഫൈബ്രിനോജൻ ആണ് ആൻസർ പറഞ്ഞത്. ചോദ്യം ഒന്ന് ശ്രദ്ധിച്ച് കേൾക്കാട്ടോ. ചോദ്യം ശ്രദ്ധിച്ച് കേൾക്കാം. എന്താ ഞാൻ പറഞ്ഞത്? ബ്ലഡ് സെല്ലാണ്, അല്ലെ? ബ്ലഡ് സെല്ലാണ്, രക്തകോശം എന്നാണ് ഞാൻ ചോദിച്ചത്. അതിന്റെ ഉത്തരം എന്താണ്? പ്ലേറ്റ്ലെറ്റ് ആണ് കേട്ടോ. എന്താണ്? പ്ലേറ്റ്ലെറ്റ് ആണ്. നിങ്ങളോട് ഇങ്ങനെ ചോദിക്കുകയാണ്, ദ പ്ലാസ്മ പ്രോട്ടീൻ വിച്ച് ഈസ് റെസ്പോൺസിബിൾ ഫോർ എന്താണ്? വിച്ച് ഈസ് റെസ്പോൺസിബിൾ ഫോർ ദ ബ്ലഡ് ടു ക്ലോട്ട്. അങ്ങനെയാണ് ചോദ്യം എങ്കിൽ അതിന്റെ ഉത്തരം എന്താണ്? ഫൈബ്രിനോജൻ. എന്താ ചോദ്യത്തിലുള്ള വ്യത്യാസം? ഒന്ന് ഞാൻ ചോദിച്ചത് ബ്ലഡ് കട്ട പിടിക്കാൻ സഹായിക്കുന്ന രക്തകോശം ഏതാണ് എന്നാണ് ഞാൻ ചോദിച്ചത്. രക്തകോശം, ബ്ലഡ് സെൽ എന്ന് ചോദിച്ചാൽ അതിന്റെ ആൻസർ പ്ലേറ്റ്ലെറ്റ് എന്നാണ് കേട്ടോ. അതേസമയം നിങ്ങളോട് ഇങ്ങനെ എടുത്ത് ചോദിക്കുകയാണ്, രക്തം കട്ട പിടിക്കാൻ സഹായിക്കുന്ന പ്ലാസ്മ പ്രോട്ടീൻ ഏതാണ് എന്ന് ചോദിക്കുമ്പോൾ ആൻസർ എന്താണ്? ഫൈബ്രിനോജൻ ആണ് കേട്ടോ. ചിലപ്പോ അങ്ങനെ വന്നു കഴിഞ്ഞാൽ നിങ്ങൾക്ക് കൺഫ്യൂഷൻ ഉണ്ടാകരുത്, അതുകൊണ്ട് പറഞ്ഞതാണ് കേട്ടോ. പ്ലാസ്മ പ്രോട്ടീൻ ഒക്കെ എടുത്ത് ചോദിച്ചു കഴിഞ്ഞാല് എന്തായിരിക്കും? അത് ഫൈബ്രിനോജൻ ആണ്. ഇതിന്റെ ഫംഗ്ഷൻ എന്ത് തന്നെയാണ്? ബ്ലഡ് ക്ലോട്ട് ചെയ്യാൻ സഹായിക്കാം എന്നുള്ളതാണ് കേട്ടോ. ഓക്കെ, ഒരു മിനിറ്റ് കേട്ടോ, വായിച്ചോളൂ. വരാം.
ഓക്കെ, ഞാൻ ഈ സ്ക്രീൻ ഒന്ന് ഷെയർ ചെയ്യാൻ പറ്റുമോ നോക്കിയതാണ്, പക്ഷെ നടക്കണില്ല. ടെക്സ്റ്റിൽ നോക്കിക്കോളൂ കേട്ടോ. അപ്പൊ ഇത്രയും കിട്ടിയല്ലോ നിങ്ങൾക്ക്, ഓരോന്നിന്റെ ഫങ്ഷൻസ് ഒക്കെ മനസ്സിലായി. ആ ഫങ്ഷൻസുകൾ തന്നെയാണ് പ്ലാസ്മയുടെ ഫങ്ഷൻസ് ആയിട്ട് പറയുന്നത്. അപ്പൊ ഇനി നോക്കാം കേട്ടോ, പ്ലാസ്മയുടെ ഫങ്ഷൻ നോക്കാം. പ്ലാസ്മ പെർഫോംസ് മെനി ഫങ്ഷൻസ് ഇൻക്ലൂഡിംഗ് ദ ഫോളോയിങ് കേട്ടോ. എന്തൊക്കെ ഫങ്ഷൻസ് ആണ്? 3 പോയിന്റുകൾ കേട്ടോ, അതൊക്കെ നോട്ട് ചെയ്ത് വെക്കണം കേട്ടോ. ഒന്നാമത്തെ എന്താണ്? ഹെൽപ്സ് ടു മെയിൻറ്റെയിൻ ബ്ലഡ് പ്രഷർ. ഹെൽപ്സ് ടു മെയിൻറ്റെയിൻ ബ്ലഡ് പ്രഷർ അല്ലെ, രക്തസമ്മർദ്ദം എന്താണ് നിയന്ത്രിക്കാനായിട്ട് സഹായിക്കുന്നു. നമുക്കറിയാം പ്ലാസ്മയിൽ ആൽബുമിൻ എന്ന് പറയുന്ന ഒരു പ്രോട്ടീൻ ഉണ്ട്. അയാളാണ് എന്ത് ചെയ്യുന്നത്? ഹെൽപ്സ് ടു മെയിൻറ്റെയിൻ ദ ബ്ലഡ് പ്രഷർ. സാധാരണ ഫംഗ്ഷൻ തന്നെയാണ്, പ്ലാസ്മയുടെ ഫംഗ്ഷൻ ആണ്. പിന്നെ അടുത്തത് എന്താണ്? പ്രൊവൈഡ്സ് പ്രോട്ടീൻസ് ഫോർ ദ ബ്ലഡ് ക്ലോട്ടിംഗ്. ബ്ലഡ് ക്ലോട്ടിങ്ങിന് ആവശ്യമായിട്ടുള്ള പ്രോട്ടീൻസിനെ പ്രൊവൈഡ് ചെയ്യുന്നു. ഏത് പ്രോട്ടീൻ ആണ്? ഫൈബ്രിനോജൻ. നമ്മൾ പഠിച്ചില്ലേ, ഫൈബ്രിനോജൻ ആണ് എന്ത് ബ്ലഡ് ക്ലോട്ട് ചെയ്യാനായിട്ട് സഹായിക്കുന്നത്. മൂന്നാമത്തെ എന്താണ്? ബാലൻസ് ദ ലെവൽ ഓഫ് സോഡിയം ആൻഡ് പൊട്ടാസ്യം. അത് ഈ പറയുന്ന പോലെ സോഡിയത്തിന്റെയും, അതായത് നമ്മുടെ ബ്ലഡ് പ്രഷറിന്റെ ഭാഗം തന്നെയാണ് കേട്ടോ. അതുപോലെ നമ്മുടെ സോഡിയം പൊട്ടാസ്യം, നമ്മുടെ ശരീരത്തിൽ അറിയാലോ, സോഡിയം കുറഞ്ഞു പോയാലും പൊട്ടാസ്യം കുറഞ്ഞു പോയാലുള്ള അവസ്ഥകൾ അറിയാലോ. അപ്പൊ അങ്ങനെയുള്ള സോഡിയം പൊട്ടാസ്യം ലെവലിനെ ബാലൻസ് ചെയ്യാൻ സഹായിക്കുന്നതും അവരുടെ ഫംഗ്ഷൻ ആണ്, പ്ലാസ്മയുടെ ഫംഗ്ഷൻ ആണ്. ഈ സോഡിയം ഒക്കെ കുറഞ്ഞു പോകുമ്പോഴാണ് നമുക്ക് ശരിക്കും ഒരു എന്താ പറയാ പ്രാന്ത് പോലെയൊക്കെ ഉള്ള ഒരു അവസ്ഥയുണ്ട്, അതിനകത്തൊരു അവസ്ഥയിലേക്ക് വരും. സോഡിയം കുറഞ്ഞു പോയി എന്നൊക്കെ നിങ്ങൾ കേട്ടിട്ടില്ലേ? അതുപോലെ തന്നെ പൊട്ടാസ്യം ഒക്കെ കുറഞ്ഞു പോയി കഴിഞ്ഞാൽ ചിലപ്പോൾ കാർഡിയക് അറസ്റ്റ് പോലെയൊക്കെ വരും. ഹൈപ്പോകനേമിയ എന്ന് പറയും, പൊട്ടാസ്യം കുറഞ്ഞു പോയി കഴിഞ്ഞിട്ടുണ്ട്. ഓക്കെ, അപ്പൊ അതിലേക്ക് വരുമ്പോൾ ചിലപ്പോൾ ഹാർട്ട് അറ്റാക്ക്, ഹൃദയാഘാതം ഒക്കെ വരാനുള്ള ചാൻസ് വളരെ കൂടുതലാണ്. ഓക്കെ, അപ്പം അതാണ് പറയുന്നത്, ബാലൻസ് ദ ലെവൽ ഓഫ് സോഡിയം ആൻഡ് പൊട്ടാസ്യം. ഇതൊക്കെ ബാലൻസ് ചെയ്ത് നിർത്തുന്നതും ആരുടെ ഫംഗ്ഷൻ ആണ്? പ്ലാസ്മയുടെ ഫംഗ്ഷൻ ആണ് കേട്ടോ. കിട്ടിയോ? അപ്പൊ 4 കമ്പോണന്റുകള്. ഓക്കെ, അപ്പൊ RBCയുടെ ഫംഗ്ഷൻ ഓക്സിജൻ ട്രാൻസ്പോർട്ടേഷൻ. ഓക്കെ, എന്തിനു വേണ്ടിയിട്ട് യൂസ് ചെയ്യുന്നത്? യൂസ്ഡ് ടു ട്രീറ്റ് അനീമിയ. ഓക്കെ, WBCയുടെ ഫംഗ്ഷൻ ഹെൽപ്പ് ഇൻ ഫൈറ്റിംഗ് ഇൻഫെക്ഷൻ ആൻഡ് ഇറ്റ് ഹെൽപ്സ് ടു ബൂസ്റ്റ് അപ്പ് ദ ഇമ്മ്യൂൺ പ്രോസസ് അല്ലെ. ഓക്കെ, അതിനു വേണ്ടി ഉപയോഗിക്കുന്നതാണ് WBC. Then പ്ലേറ്റ്ലെറ്റിന്റെ ഫംഗ്ഷൻ എന്താണ്? ഇറ്റ് ഹെൽപ്സ് ടു ബ്ലഡ് ക്ലോട്ട് അല്ലെ, ബ്ലഡ് ക്ലോട്ട് ആവാനായിട്ട് സഹായിക്കുന്നത് ആരാണ്? പ്ലേറ്റ്ലെറ്റ് ആണ്. ഇതിന്റെ ട്രീറ്റ്മെന്റിലൊക്കെ നമ്മൾ ഉപയോഗിക്കുന്നുണ്ട്, ലുക്കീമിയ ആൻഡ് അതർ ഫോംസ് ഓഫ് ക്യാൻസർ. പ്ലാസ്മയുടെ ഫംഗ്ഷൻ ഹെൽപ്പ് ടു മെയിൻറ്റെയിൻ ബ്ലഡ് പ്രഷർ, പ്രൊവൈഡ് പ്രോട്ടീൻ ഫോർ ബ്ലഡ് ക്ലോട്ടിംഗ് ആൻഡ് ബാലൻസ് ദ ലെവൽ ഓഫ് സോഡിയം ആൻഡ് പൊട്ടാസ്യം. ഫംഗ്ഷൻ ഇതിന് തന്നിട്ട് ആരുടെ ഫംഗ്ഷൻ ആണെന്ന് ചോദിക്കൂ കേട്ടോ, അല്ലെങ്കിൽ ഇന്ന ബ്ലഡ് സെല്ലിന്റെ ഫംഗ്ഷൻ ഏതാണെന്ന് ഐഡന്റിഫൈ ചെയ്യാനായിട്ട് ചോദിക്കുമ്പോൾ മാറിപ്പോകരുത്. ഇനി കഴിഞ്ഞിട്ടില്ല, വേറൊരു കാര്യം കൂടെ അവിടെ പറയുന്നുണ്ട്. ക്രയോ പ്രസിപ്പിറ്റേറ്റ് AHF. AHFന്റെ ഫുൾ ഫോം ആണ് ആന്റി ഹീമോഫിലിക് ഫാക്ടർ എന്നാണ് പറയുന്നത് കേട്ടോ. എന്താണ് ഈ ക്രയോ പ്രസിപ്പിറ്റേറ്റ് AHF എന്ന് പറഞ്ഞു കഴിഞ്ഞാല്? നോക്കുക കേട്ടോ, അണ്ടർലൈൻ ചെയ്ത് വെക്കുക. ദ പോർഷൻ ഓഫ് ദ പ്ലാസ്മ, that contains clotting factors that help to control bleeding. That is called cryoprecipitate AHF. അല്ലെ, ഇതന്നെ നമ്മൾ പറഞ്ഞല്ലോ, പ്ലാസ്മയ്ക്കകത്തുള്ള പ്ലാസ്മയുടെ ഒരു ഭാഗമാണ് ഇത് ക്രയോപ്രസിപ്പിറ്റേറ്റ് AHF എന്ന് പറയുന്നത്. ക്രയോപ്രസിപ്പിറ്റേറ്റ് ആന്റി ഹീമോഫിലിക് ഫാക്ടർ. അപ്പൊ അയാൾ ഉത്പാദിപ്പിക്കുന്ന പ്രോട്ടീൻ ആണ് ആര്? ഫൈബ്രിനോജൻ. നമ്മൾ പ്ലാസ്മയുടെ പ്രോട്ടീൻ ഫൈബ്രിനോജൻ എന്ന് പഠിച്ചില്ല. ആ പ്ലാസ്മയ്ക്കകത്തെ ക്രയോപ്രസിപ്പിറ്റേറ്റ് AHF എന്ന് പറയുന്ന ഒരു പോർഷൻ ഉണ്ട്. അവിടെ നിന്നാണ് ഫൈബ്രിനോജൻ എന്ന് പറയുന്ന പ്രോട്ടീൻ ഫാക്ടേഴ്സ് എന്ത് ചെയ്യുന്നത്? പ്രൊഡ്യൂസ് ചെയ്യുന്നത് കേട്ടോ. അതാണ് അവിടെ എഴുതിയിരിക്കുന്നത്. ദ പോർഷൻ ഓഫ് ദ പ്ലാസ്മ ദാറ്റ് കണ്ടെയ്ൻസ് ക്ലോട്ടിംഗ് ഫാക്ടേഴ്സ് ദാറ്റ് ഹെൽപ്പ് ടു കൺട്രോൾ ബ്ലീഡിംഗ്. ഓക്കെ, ഫൈബ്രിനോജൻ ഉത്പാദിപ്പിക്കപ്പെടുന്നത് അതിന്റെ ഈ ഒരു ഭാഗമായിട്ട് എന്താണ്? ക്രയോപ്രസിപ്പിറ്റേറ്റ് AHF ആണ് കേട്ടോ, ആന്റി ഹീമോഫിലിക് ഫാക്ടർ എന്നാണ് പറയുന്നത് കേട്ടോ. എന്ന് വെച്ചാൽ ബ്ലഡിന് ഹീമോ എന്നൊക്കെ പറയുമ്പോൾ ബ്ലഡ് ആണ്. ഓക്കെ, ബ്ലഡ് ആണ്. അപ്പൊ ബ്ലഡ് ക്ലോട്ട് ചെയ്യാനായിട്ട് സഹായിക്കുക കേട്ടോ. ഓക്കെ, അതിനാവശ്യമായി ഫൈബ്രിനോജൻ ഉത്പാദിപ്പിക്കുന്നു. ഇനി അതുകൂടാതെ നമ്മൾ ഈ പറഞ്ഞത് ആൽബുമിൻ, ഇമ്മ്യൂൺ ഗ്ലോബുലിൻ, അതുപോലെ ക്ലോട്ടിംഗ് ഫാക്ടർ, ദാറ്റ് മീൻസ് ഫൈബ്രിനോജൻ കോൺസെൻട്രേറ്റ് may also be separated and processed for the transfusion. നമ്മൾ പറഞ്ഞല്ലോ, സാധാരണ ബ്ലഡ് ബാങ്കിൽ ബ്ലഡ് കളക്ട് ചെയ്ത് നമ്മൾ RBC, WBC, പ്ലേറ്റ്ലെറ്റ്, പ്ലാസ്മ അങ്ങനെ പല പല കമ്പോണന്റുകളായിട്ട്
നമ്മൾ എന്ത് ചെയ്യുന്നുണ്ട്? സെപ്പറേറ്റ് ചെയ്യുന്നുണ്ട്. എന്നതുപോലെ തന്നെ നമ്മുടെ പ്ലാസ്മയിലെ കമ്പോണന്റുകളായിട്ടുള്ള ആൽബുമിനെയും ഗ്ലോബുലിനെയും ഫൈബ്രിനോജനെയും ഒക്കെ നമ്മൾ എന്ത് ചെയ്യുന്നുണ്ട്? സെപ്പറേറ്റ് ചെയ്ത് കമ്പോണന്റ്സുകളായിട്ട് അത് എന്ത് ചെയ്യുന്നുണ്ട്? വിതരണം ചെയ്യുന്നുണ്ട് കേട്ടോ. ഓക്കെ, ഇത്രയുമാണ് നമുക്ക് ബ്ലഡിന്റെ കമ്പോണന്റ്സുകൾ പഠിക്കാൻ കിട്ടിയല്ലോ. ഓക്കെ, ഒന്ന് വായിച്ചു നോക്കിക്കോളൂ കേട്ടോ. നെക്സ്റ്റ് നമുക്ക് നോക്കാനായിട്ടുള്ളത്, അപ്പൊ മെയിൻ ആയിട്ടുള്ള കുറെ ഭാഗങ്ങളൊക്കെ കഴിഞ്ഞു കേട്ടോ. ബ്ലഡിലെ കമ്പോണൻസുകളും ഫംഗ്ഷനൊക്കെ നമ്മൾ പഠിച്ചു. ഇനി ഇത്രയും നമ്മൾ പഠിച്ച കാര്യങ്ങളില്ലേ, അതിനൊക്കെ ജസ്റ്റ് ഒന്ന് കൺക്ലൂഡ് ചെയ്തിട്ട് ഇവിടെ എഴുതിയിരിക്കുന്നത് മാത്രമേ ഉള്ളൂ കേട്ടോ. അപ്പൊ നോക്കാം, വാട്ട് ഈസ് മീൻഡ് ബൈ ബ്ലഡ് ട്രാൻസ്ഫ്യൂഷൻ ആൻഡ് വൈ ആർ ബ്ലഡ് ബാങ്ക്സ് ഇമ്പോർട്ടന്റ്. അപ്പൊ ബ്ലഡ് ട്രാൻസ്ഫ്യൂഷൻ എന്താന്നുള്ളത് നമ്മൾ കഴിഞ്ഞ ക്ലാസ്സിൽ പറഞ്ഞിരുന്നു. ഇവിടെ അത് ഡെഫിനിഷൻ പറയുന്നുണ്ട് കേട്ടോ, നോട്ട് ചെയ്ത് വെക്കണം, ഇമ്പോർട്ടന്റ് ആണ്. Typically, blood transfusion is the process in which the blood components are transferred from one person, that means donor, into the bloodstream of another person, that means recipient. അതാണ് എന്ത്? ബ്ലഡ് ട്രാൻസ്ഫ്യൂഷൻ. അതായത് നമ്മൾ ഈ പറയുന്ന ബ്ലഡ് കമ്പോണൻസ് ഒരു വ്യക്തിയിൽ നിന്ന് മറ്റൊരു വ്യക്തിയിലോട്ട് നമ്മൾ ട്രാൻസ്ഫർ ചെയ്യുന്ന, ഒരു ഡോണറിൽ നിന്ന് ഒരു റെസിപ്പിയന്റിലോട്ട് ട്രാൻസ്ഫർ ചെയ്യുന്ന ആ ഒരു പ്രോസസ്സിനെയാണ് എന്ത് പറയുന്നത്? ബ്ലഡ് ട്രാൻസ്ഫ്യൂഷൻ എന്നതുകൊണ്ട് അർത്ഥമാക്കുന്നത് കേട്ടോ. ബ്ലഡ് ഡൊണേഷനും ട്രാൻസ്ഫ്യൂഷനും തമ്മിലുള്ള ചെറിയൊരു വ്യത്യാസം ഞാൻ പറഞ്ഞു. ബ്ലഡ് ഡൊണേഷൻ എന്ന് പറയാൻ ബ്ലഡ് നമ്മൾ ഏതെങ്കിലും ഒരു ബ്ലഡ് ബാങ്കിലോട്ടോ അല്ലെങ്കിൽ ഇങ്ങനെയുള്ള ബ്ലഡ് ഡൊണേറ്റിംഗ് ഫെസിലിറ്റികളിലേക്കൊക്കെ കൊടുക്കുന്നതിനെയാണ്, അതൊരു വോളണ്ടറി പ്രോസസ് ആണ് കേട്ടോ. അതിനെയാണ് നമ്മൾ എന്ത് പറയുന്നത്? ബ്ലഡ് ഡൊണേഷൻ എന്ന് പൊതുവെ അങ്ങനെയാ പറയാ. ബ്ലഡ് ട്രാൻസ്ഫ്യൂഷൻ എന്ന് പറയുന്നത് നമ്മളൊരു വ്യക്തിയിൽ നിന്ന് മറ്റൊരു വ്യക്തിയിലോട്ട് ബ്ലഡ് ട്രാൻസ്ഫർ ചെയ്യുന്ന ആ ഒരു പ്രോസസ്സിനെയാണ് ബ്ലഡ് ട്രാൻസ്ഫ്യൂഷൻ എന്നതുകൊണ്ട് അർത്ഥമാക്കുന്നത് കേട്ടോ. നമുക്കറിയാം ഇതിന്റെ ഇമ്പോർട്ടൻസ് എത്രത്തോളം ഉണ്ടെന്നുള്ളത് അല്ലെ. ഇറ്റ് കംസ് ഇൻ ടു ആക്ട് എസ്പെഷ്യലി ആസ് എ ലൈഫ് സേവിംഗ് പ്രോസസ് for the recipient when there is a large loss of blood cells through bleeding or depression of the bone marrow. Blood transfusion is considered as a noble process. അല്ലെ, ഇതൊരു ലൈഫ് സേവിംഗ് ആയിട്ടുള്ള ഒരു പ്രോസസ് ആണ് അല്ലെ ബ്ലഡ് ട്രാൻസ്ഫ്യൂഷൻ എന്ന് പറയുന്നത്. പ്രത്യേകിച്ച് സിവിയർ ആയിട്ടൊരു ബ്ലീഡിങ് സംഭവിച്ചു, അല്ലെങ്കിൽ നമ്മുടെ ഇത്തരം ബ്ലഡ് സെല്ലുകളൊക്കെ ഉത്പാദിപ്പിക്കുന്ന നമ്മുടെ ബോൺ മാരോന് എന്തെങ്കിലും ഡാമേജ് സംഭവിച്ചു, ക്യാൻസർ ഒക്കെ വരുമ്പോഴേ, അങ്ങനെയൊക്കെ വരുമ്പോൾ അവരുടെ ആ ഒരു ലൈഫ് സേവ് ചെയ്യുന്നതിന് വേണ്ടിയിട്ട് സാധിക്കുന്നത് ഇങ്ങനെയുള്ള ബ്ലഡ് ട്രാൻസ്ഫ്യൂഷൻ ഉള്ളത് കൊണ്ടാണ് അല്ലെ. അതുകൊണ്ട് തന്നെ ഇത് വളരെ മഹത്തരമായിട്ടുള്ള ഒരു കാര്യമാണ് അല്ലെ. ഏറ്റവും വളരെ എന്താണ് നോബൽ കോസ് എന്ന് പറയുന്നത്, അത്രയും മഹത്തരമായിട്ടുള്ള ഒരു കാര്യമാണ് ബ്ലഡ് ട്രാൻസ്ഫ്യൂഷൻ എന്ന് പറയുന്നത്. ഓക്കെ, ഇനി നമ്മൾ വേറൊരു കാര്യം കൂടെ പറഞ്ഞല്ലോ, വൈ ആർ ബ്ലഡ് ബാങ്ക്സ് ഇമ്പോർട്ടന്റ് അല്ലെ. എന്തുകൊണ്ടാണ് ബ്ലഡ് ബാങ്ക്സിന് ഇത്ര ഇമ്പോർട്ടൻസ് വരാനുള്ള കാരണം എന്താണ്? ഇപ്പൊ നമ്മൾ പഠിച്ചതാണ് അല്ലെ. ഓക്കെ, ബ്ലഡ് ബാങ്ക് സർവീസസ് ആക്ട് ആസ് ദ യൂണിവേഴ്സൽ പോയിന്റ് ആസ് ദേ കളക്ട്, ടെസ്റ്റ് ആൻഡ് സ്റ്റോർ ഓൾ ടൈപ്സ് ഓഫ് ബ്ലഡ് അല്ലെ. ഒരു ബ്ലഡ് ബാങ്കിന്റെ സേവനം എന്ന് പറഞ്ഞാൽ അവിടെ എല്ലാ ടൈപ്പ് ഓഫ് ബ്ലഡിനെയും എന്ത് ചെയ്യുന്നുണ്ട്? കളക്ട് ചെയ്യുന്നുണ്ട്, സ്റ്റോർ ചെയ്യുന്നുണ്ട്, വിതരണം ചെയ്യുന്നുണ്ട് അല്ലെ. അങ്ങനെയാണ് ബ്ലഡ് ബാങ്കിന്റെ സർവീസുകൾ പോകുന്നത്. They watchfully screen test the blood for any signs of infection. Other than screening of infection, they also check the blood type, whether type A, B, AB or O, and whether it's RH negative or RH positive. ഇതൊക്കെ നമ്മൾ പഠിച്ച കാര്യങ്ങൾ കൺക്ലൂഡ് ചെയ്ത് പറയുന്നത് മാത്രമേ ഉള്ളൂ കേട്ടോ. അതായത് അവിടെ ഒരു സർവീസ് അത്രയും ഒരു യൂണിവേഴ്സൽ സർവീസ് ആണ് എന്ന് പറയാൻ കാരണം എന്താണ്? എല്ലാ ടൈപ്പ് ഓഫ് ബ്ലഡിനെയും അവിടെ കൈകാര്യം ചെയ്യുന്നുണ്ട്. അതുപോലെ ബ്ലഡ് വരുന്ന സമയത്ത് അതിൽ ഇൻഫെക്ഷൻ ഉണ്ടോ എന്ന് ചെക്ക് ചെയ്യുന്നുണ്ട്, ഗ്രൂപ്പ് ടെസ്റ്റിംഗ് നടക്കുന്നുണ്ട്, കമ്പാറ്റബിലിറ്റി ടെസ്റ്റിംഗുകൾ നടക്കുന്നുണ്ട്, RH പോസിറ്റീവ് ആണോ നെഗറ്റീവ് ആണോ എന്നുള്ള ടെസ്റ്റുകളും കാര്യങ്ങളൊക്കെ അവിടെ നടക്കുന്നുണ്ട്. ഓക്കെ, പിന്നെന്താണ്? കമ്പാറ്റബിലിറ്റി testing is done to find out if a particular unit of blood can be transferred safely into a certain patient. അതുകൂടാതെ കമ്പാറ്റബിലിറ്റി ടെസ്റ്റുകളും നടത്തുന്നുണ്ട് അല്ലെ. രക്താനുയോജിത പരിശോധനകൾ ഇതെന്ന് പറഞ്ഞ് എല്ലാവർക്കും എല്ലാ ബ്ലഡും കൊടുക്കാനും എല്ലാവർക്കും എല്ലാ ബ്ലഡും ഒന്നും സ്വീകരിക്കാൻ പറ്റില്ല അല്ലെ. മിസ്മാച്ച് ആയി പോയി കഴിഞ്ഞാൽ
അഗ്ലൂട്ടിനേഷൻ പോലെയുള്ള പ്രശ്നങ്ങളൊക്കെ വന്ന് രോഗിയുടെ മരണത്തിന് വരെ അത് കാരണമാക്കാം. ഓക്കെ, അപ്പൊ അതുകൊണ്ട് ഏറ്റവും സേഫ് ആയിട്ടുള്ള രീതിയിൽ ബ്ലഡ് ട്രാൻസ്ഫ്യൂഷൻ നടത്തുന്നതിനായിട്ടുള്ള കമ്പാറ്റബിലിറ്റി ടെസ്റ്റുകൾ കാര്യങ്ങളൊക്കെ ഈ ഒരു ഡിപ്പാർട്ട്മെന്റിൽ നടക്കുന്നുണ്ട്. ഇനി നിങ്ങൾക്ക് പഠിക്കാനുള്ളത് ഏറ്റവും ഇമ്പോർട്ടന്റ് ആയിട്ടുള്ള 2 കാര്യങ്ങളാണ്. എന്താണ് നോക്കിയ നോട്ട് ചെയ്യേണ്ട കാര്യമാണ് കേട്ടോ. ഇഫ് യുവർ ബ്ലഡ് ടൈപ്പ് ഈസ് ഓ നെഗറ്റീവ്, യു ആർ ദ യൂണിവേഴ്സൽ ഡോണർ. ഓക്കെ, അതാണ് യൂണിവേഴ്സൽ ഡോണർ എന്ന് അറിയപ്പെടുന്ന ബ്ലഡ് ഗ്രൂപ്പ് ഏതാണ്? O ആണെന്ന് മിക്കവർക്കും അറിയാം. ഓയിൽ ഏതാണ്? O നെഗറ്റീവ് ആണ് കേട്ടോ. ഇതാണ് O നെഗറ്റീവ് ആണ് എന്ത് ചെയ്യുന്നത്? യൂണിവേഴ്സൽ ഡോണർ എന്ന് അറിയപ്പെടുന്നത്. സാർവത്രിക ദാതാവ് എന്നറിയപ്പെടുന്ന ബ്ലഡ് ഗ്രൂപ്പ് ഏതാണ് എന്ന് ചോദിച്ചാൽ നിങ്ങൾ പറയണം O നെഗറ്റീവ് ആണ്. O ആണെന്ന് എല്ലാവർക്കും അറിയാം. O പോസിറ്റീവ് അല്ല കേട്ടോ. O നെഗറ്റീവ് ആണ് യൂണിവേഴ്സൽ ഡോണർ എന്ന് അറിയപ്പെടുന്നത്. Who can transfer your blood to almost everyone? എല്ലാവർക്കും കൊടുക്കാൻ പറ്റുന്നതാണ് കേട്ടോ. And if your blood type is AB positive, that you act as a universal recipient. The universal recipient എന്ന സാർവത്രിക സ്വീകർത്താവ് എന്നറിയപ്പെടുന്ന ബ്ലഡ് ഗ്രൂപ്പ് ഏതാണ്? AB പോസിറ്റീവ് ആണ്. ഇതാണ് AB പോസിറ്റീവ് ആണ്. മറന്നു പോകരുത് കേട്ടോ. The blood group, the universal donor എന്നറിയപ്പെടുന്ന ബ്ലഡ് ഗ്രൂപ്പ് O നെഗറ്റീവ് ആണ്. യൂണിവേഴ്സൽ റെസിപ്പിയന്റ് എന്നറിയപ്പെടുന്ന ബ്ലഡ് ഗ്രൂപ്പ് AB പോസിറ്റീവ് ആണ്. ഓക്കെ, ഡയറക്റ്റ് ആയിട്ട് തന്നെ ചോദിക്കാവുന്ന ക്വസ്റ്റ്യൻ ആണ് കേട്ടോ. മാറി പോകരുത്. പോസിറ്റീവ് ആണോ നെഗറ്റീവ് ആണോ അതൊക്കെ നോട്ട് ചെയ്ത് വെക്കാം കേട്ടോ. However, any mismatch between the blood type can prove fatal, that means causing death. So the blood test must be done carefully. അല്ലെ? അതെ, മിസ്മാച്ച് ആയിക്കഴിഞ്ഞാൽ അറിയാലോ അത് രോഗിയുടെ മരണത്തിന് വരെ കാരണമാകും. അത്രയും കെയർഫുൾ ആയിട്ടുള്ള ടെസ്റ്റുകളും കാര്യങ്ങളാണ് ഒരു ബ്ലഡ് ബാങ്കിനകത്ത്. ഓക്കെ, അത്രയും നീ വായിച്ചു നോക്കിക്കോളൂ കേട്ടോ. ജസ്റ്റ് ഒന്ന് വായിച്ചു നോക്കിക്കോളൂ. നമ്മൾ ഇതുവരെ പഠിച്ച കാര്യങ്ങളില്ല. ഇതിനകത്ത് ബ്ലഡ് ട്രാൻസ്ഫ്യൂഷൻ എന്താന്നുള്ളത് നോട്ട് ചെയ്ത് വെക്കുക. പിന്നെ യൂണിവേഴ്സൽ ഡോണർ ആരാണ്, യൂണിവേഴ്സൽ റെസിപ്പിയന്റ് ആരാണ്, അത് മാത്രം നോട്ട് ചെയ്ത് വെക്കുക കേട്ടോ. ബാക്കിയുള്ളതൊക്കെ ഒരു ഇതായിട്ട് പറഞ്ഞു മാത്രം. നെക്സ്റ്റ് നമുക്ക് പഠിക്കാനുള്ളത് when is blood transfusion needed? എപ്പോഴൊക്കെയാണ് നമുക്ക് ബ്ലഡ് ട്രാൻസ്ഫ്യൂഷൻ ആവശ്യമായിട്ട് വരുന്നത്? ഇതൊക്കെ സന്ദർഭങ്ങളിലാണ് പൊതുവെ ബ്ലഡ് ട്രാൻസ്ഫ്യൂഷൻ നമ്മൾ നടത്തുന്നത്. ഓക്കെ, എപ്പോഴാണ് നോക്കിയേ? Individuals may require a blood transfusion for variety. Some of them are. കുറച്ച് കാര്യങ്ങൾ അവിടെ കൊടുത്തിട്ടുണ്ട്. എങ്ങനെയുള്ള സാഹചര്യങ്ങളിലൊക്കെയാണ്? ഒന്ന്, to substitute for the lost blood after a series of surgery. അല്ലെ? ഇപ്പൊ എന്തെങ്കിലും കാരണവശാല് എന്തെങ്കിലും ഒരു അപകടം സംഭവിച്ചു അല്ലെ, അതിന്റെ ഒരു സീരിയസ് ആയിട്ടുള്ള ഒരു സർജറി നടക്കുകയാണെന്ന് ഇരിക്കട്ടെ. അതിന്റെ ഫലമായിട്ട് എന്തുണ്ടാവാം? സിവിയർ ബ്ലഡ് ലോസ് വരാം അല്ലെ. അപ്പോഴൊക്കെ നമുക്ക് എന്ത് ചെയ്യേണ്ടി വരും? ബ്ലഡ് ട്രാൻസ്ഫ്യൂഷൻ ആവശ്യമായിട്ട് വരും അല്ലെ. ഇപ്പൊ എന്തെങ്കിലും ഒരു സീരിയസ് ആയിട്ടുള്ള ഒരു കോംപ്ലിക്കേറ്റഡ് ആയിട്ടുള്ള സർജറിയുടെയോ അല്ലെങ്കിൽ എന്തെങ്കിലും ഒരു ആക്സിഡന്റ് മൂലമൊക്കെ നമുക്ക് സിവിയർ ബ്ലഡ് ലോസ് വന്നു കഴിഞ്ഞാല് അതിനെ സബ്സ്റ്റിറ്റ്യൂട്ട് ചെയ്യണമെങ്കിൽ ബ്ലഡ് ട്രാൻസ്ഫ്യൂഷൻ ആവശ്യമായിട്ട് വരും. പൊതുവെ അല്ലെങ്കിലും വലിയ വലിയ സർജറി ഒക്കെ വരുമ്പോൾ നേരത്തെ തന്നെ നമ്മൾ ബ്ലഡ് കരുതി വെക്കും അല്ലെ, രോഗിക്ക് കൊടുക്കാനായിട്ട്. ചില സിസേറിയൻ സെക്ഷൻ ഒക്കെ ചെയ്യുമ്പോഴും ബ്ലഡ് കരുതി വെക്കാറുണ്ട് അല്ലെ. ഓക്കെ, പിന്നെന്താണ്? ഡൈജസ്റ്റീവ് ട്രാക്ട് ബ്ലീഡിങ് കേട്ടോ. ഡൈജസ്റ്റീവ് ട്രാക്ട് ബ്ലീഡിങ് ഈ എന്താണ് ദഹന സംബന്ധമായിട്ട്, ദാറ്റ് മീൻസ് ഡൈജസ്റ്റീവ് ട്രാക്റ്റിലൊക്കെ ദഹന നാളത്തിൽ ഉണ്ടാവുന്ന ബ്ലീഡിങ്ങും മറ്റും. അപ്പൊ ഈ ഇന്റേണൽ ബ്ലീഡിങ്, ഈ ഡൈജസ്റ്റീവ് ട്രാക്ട് ബ്ലീഡിങ് എന്ന് പറയുന്നത് ഇതൊന്നും വളരെ ചെറിയ ലെവലിലല്ല കേട്ടോ. സിവിയർ ആയിട്ടുള്ള ഒരു കണ്ടീഷൻ ഒക്കെ വരുമ്പോഴാണ് ഭയങ്കരമായിട്ടുള്ള ഒരു ബ്ലഡ് ലോസ് ഒക്കെ ഉണ്ടാകുന്നത്. ഈ ഡൈജസ്റ്റീവ് ട്രാക്ട് ബ്ലീഡിങ് ഏത് വല്ല ക്യാൻസർ മൂലോ മറ്റെന്തെങ്കിലും പ്രശ്നങ്ങൾ കൊണ്ടൊക്കെ ഡൈജസ്റ്റീവ് ട്രാക്ട് ബ്ലീഡിങ് വരാറുണ്ട്. ഈ ബ്ലീഡിങ് വരുമ്പോൾ ഒന്നുകിൽ നമ്മള് സ്റ്റൂളിലൂടെ അല്ലെങ്കിൽ നമ്മള് വായിലൂടെ ഒക്കെ ഈ പറയുന്ന പോലെ ബ്ലഡ് ഒക്കെ പോകുന്ന സാഹചര്യം വരാം. അങ്ങനെയൊക്കെ വരുമ്പോൾ നമ്മുടെ ശരീരത്തിൽ എന്തെങ്കിലും കുറയും, ബ്ലഡ് കുറയും അല്ലെ. ബ്ലഡിന്റെ കൗണ്ടും ബ്ലഡ് ഒക്കെ കുറയുന്ന ഒരു സാഹചര്യം ഉണ്ടാവും. അപ്പൊ അത്തരം സിറ്റുവേഷൻ, ഇതൊക്കെ സിവിയർ ആയിട്ട് വരുന്ന സാഹചര്യത്തില് ബ്ലഡ് ട്രാൻസ്ഫ്യൂഷൻ ആവശ്യമായിട്ട് വരും. പിന്നെ മൂന്നാമത് ലുക്കീമിയ. ലുക്കീമിയ എന്താണ്? ബ്ലഡ് ക്യാൻസർ ആണ് അല്ലെ. നമ്മുടെ ശരീരത്തില് ഈ WBCയുടെ കൗണ്ട് ഉണ്ടല്ലോ, അത് ക്രമാതീതമായിട്ട് വർദ്ധിക്കുന്ന ഒരവസ്ഥയാണ് എന്ത്? ലുക്കീമിയ എന്ന് പറയുന്നത്. സാധാരണ ഇൻഫെക്ഷനോ കാര്യങ്ങളൊക്കെ വരുമ്പോൾ WBCയുടെ കൗണ്ട് കൂടും. അങ്ങനെയല്ല, ഇത്
ഭയങ്കരമായിട്ട്, അതായത് ക്രമാതീതമായിട്ട് WBCയുടെ അളവ് കൂടുന്ന ഒരു അവസ്ഥയുണ്ടല്ലോ, അതാണ് എന്ത് ലുക്കീമിയ അഥവാ ബ്ലഡ് ക്യാൻസർ എന്ന് പറയുന്നത്. അപ്പൊ ഈ ബ്ലഡ് ക്യാൻസർ ഒക്കെ വരുന്ന സമയത്തും ഇതുണ്ടാവാം, സിവിയർ ആകുമ്പോൾ ബ്ലഡ് ലോസ് ആകും. ഇപ്പൊ പണ്ടത്തെ സിനിമയിലൊക്കെ കണ്ടിട്ടില്ലേ, പണ്ടത്തെ സിനിമയിൽ മിക്ക നായികമാർക്കും ബ്ലഡ് ക്യാൻസർ ആയിരിക്കും അല്ലെ? ഞാൻ പറഞ്ഞത് ശരിയല്ലേ? അങ്ങനെയല്ലേ? പണ്ടത്തെ സിനിമകളിൽ കൂടുതൽ അങ്ങനെയല്ലേ ആൾക്കാർ മരിക്കുന്നത്? ഓക്കെ, അപ്പൊ കണ്ടിട്ടില്ലേ മൂക്കിൽ കൂടെ ഒക്കെ ബ്ലഡ് വരുന്നത്? അപ്പൊ ഈ പറയുന്ന ബ്ലഡ് ലോസ് ഉണ്ടാകുമ്പോഴും നമ്മൾ എന്ത് ചെയ്യേണ്ടി വരും? ബ്ലഡ് ട്രാൻസ്ഫ്യൂഷൻ ആവശ്യമായിട്ട് വരും. കാര്യം കൗണ്ട് കുറയും, ബ്ലഡിന്റെ കൗണ്ട് ഒക്കെ ഭയങ്കരമായിട്ട് കുറയും. നമുക്കറിയാലോ ബ്ലഡിലെ കമ്പോണൻസ് എന്തൊക്കെ ഫങ്ഷൻസ് ആണ് നമ്മുടെ ശരീരത്തിൽ ചെയ്യുന്നതെന്ന് നമ്മൾ മനസ്സിലാക്കി. ഈ ബ്ലഡിന്റെ കൗണ്ട് ഒക്കെ കുറയുമ്പോൾ നമ്മുടെ ശരീരത്തിന്റെ കംപ്ലീറ്റ് മെറ്റാബോളിക് ആക്ടിവിറ്റീസ് ആണ് തകരാറിലായി പോകും. അപ്പൊ അങ്ങനെ വരുമ്പോൾ എന്ത് ചെയ്യേണ്ടി വരും? ബ്ലഡ് ട്രാൻസ്ഫ്യൂഷൻ ആവശ്യമായിട്ട് വരും. പിന്നെ അടുത്തത് എന്താണ്? ലാക്ക് ഓഫ് ഹെൽത്തി റെഡ് ബ്ലഡ് സെൽസ് കേട്ടോ. അതായത് നമുക്ക് ഈ പറയുന്ന ഹെൽത്തി ആയിട്ടുള്ള റെഡ് ബ്ലഡ് സെൽസുകളുടെ അഭാവം വരുമ്പോ എന്ത് സംഭവിക്കും? അനീമിക് ആവും, സിവിയർ ആയിട്ടുള്ള അനീമിക് ആവും അല്ലെ? അനീമിക് ആവുന്ന സിറ്റുവേഷനിലും നമുക്ക് എന്ത് ചെയ്യേണ്ടതായിട്ട് വരും? ബ്ലഡ് ട്രാൻസ്ഫ്യൂഷൻ ആവശ്യമായിട്ട് വരും. ഓക്കെ, ലാക്ക് ഓഫ് ഹെൽത്തി റെഡ് ബ്ലഡ് സെൽസ്. പിന്നെന്താണ്? റേഡിയേഷൻ തെറാപ്പി, കീമോതെറാപ്പി ആൻഡ് ഓർ അതർ ക്യാൻസർ ട്രീറ്റ്മെന്റ് കേട്ടോ. റേഡിയേഷൻ തെറാപ്പി, കീമോതെറാപ്പി ഒക്കെ ചെയ്യുമ്പോൾ ക്യാൻസറിന്റെ ട്രീറ്റ്മെന്റിന്റെ ഭാഗമായിട്ടൊക്കെ ചെയ്യുമ്പോഴേ നമ്മുടെ ബോൺ മാരോ ഒക്കെ ഡാമേജ് ആവും കേട്ടോ. ബോൺ മാരോ ഒക്കെ ഡാമേജ് ആവും, ബ്ലഡിന്റെ കൗണ്ടുകൾ, ബോൺ മാരോ ഡാമേജ് ആവുമ്പോൾ തന്നെ ബ്ലഡിന്റെ കൗണ്ടുകളൊക്കെ കുറയാനായിട്ട് തുടങ്ങും, പല ബുദ്ധിമുട്ടുകളൊക്കെ ഉണ്ടാകും. അപ്പൊ ആ ഒരു സമയത്തൊക്കെ പലപ്പോഴും എന്താവശ്യം വരാറുണ്ട്? ബ്ലഡ് ട്രാൻസ്ഫ്യൂഷൻ ആവശ്യമായിട്ട് വരാറുണ്ട്. പിന്നെന്താണ്? ലിവർ പ്രോബ്ലംസ്, കരൾ സംബന്ധമായിട്ടുള്ള പ്രശ്നങ്ങൾ. ലിവർ പ്രോബ്ലംസ് ഒക്കെ ഉള്ള ആളുകൾക്ക് ഈ പ്ലാസ്മ കമ്പോണന്റ് ഒക്കെ ആവശ്യമായിട്ട് വരും. ഓക്കെ, ലിവർ പ്രോബ്ലം, ലിവർ നമ്മുടെ ശരീരത്തിലെ ഏറ്റവും പ്രധാനപ്പെട്ട ഒരു ഓർഗനാണ് അല്ലെ? അപ്പൊ ലിവർ പ്രോബ്ലംസ് വരുമ്പോൾ നമുക്ക് ബ്ലഡ് ട്രാൻസ്ഫ്യൂഷൻ ആവശ്യമായിട്ട് വരാറുണ്ട്. പിന്നെ മറ്റു പല ബ്ലഡ് ഡിസോർഡേഴ്സുകൾ, ലൈക്ക് നമ്മൾ ഈ പഠിച്ചതൊക്കെ തന്നെ ലുക്കീമിയ, അതുപോലെ ഹീമോഫീലിയ, രാജകീയ രോഗം എന്നൊക്കെ കേട്ടിട്ടില്ലേ? അതായത് രക്തം കട്ട പിടിക്കാത്ത അവസ്ഥ, അതിനെയാണ് ഹീമോഫീലിയ എന്നൊക്കെ പറയുന്നത്. ശരിക്കും പറഞ്ഞൊരു റോയൽ ഡിസീസ് ആണ്. പണ്ട് കാലത്ത് വലിയ വലിയ രാജകുടുംബങ്ങളിലൊക്കെ ആളുകൾക്കൊക്കെ ഉണ്ടായിരുന്നു. അതുകൊണ്ടാണ് ഇത് റോയൽ രോഗമായിട്ട് പറയുന്നത്. ഹീമോഫീലിയ കേട്ടോ, ബ്ലഡ് കട്ട പിടിക്കാത്ത അവസ്ഥയാണ്. അപ്പൊ അങ്ങനെയുള്ളത് മെലനോമ, ലുക്കീമിയ, ഇത്തരത്തിലുള്ള ബ്ലഡ് ഡിസോർഡേഴ്സുകളൊക്കെ എന്താണ് വരുന്ന സമയത്ത് ബ്ലഡ് ട്രാൻസ്ഫ്യൂഷൻ ആവശ്യമായിട്ട് വരാറുണ്ട്. അപ്പൊ നിങ്ങൾ ടെക്സ്റ്റിൽ കൊടുത്തിരിക്കുന്നത് നിങ്ങളൊന്ന് നോട്ട് ചെയ്തിരിക്കുക കേട്ടോ. എപ്പോഴൊക്കെയാണ് ബ്ലഡ് ട്രാൻസ്ഫ്യൂഷൻ ആവശ്യമായിട്ട് വരുന്നത്? ടു സബ്സ്റ്റിറ്റ്യൂട്ട് ഫോർ ദ ലോസ്റ്റ് ബ്ലഡ് ആഫ്റ്റർ എക്സ്പീരിയൻസ് ഓൺ സർജറി, then digestive tract bleeding, leukemia, lack of healthy red blood cell, radiation therapy, chemotherapy or other cancer treatment, liver problems and blood disorders. കേട്ടോ. ഓക്കെ, ഇത്രയും ഞാൻ ഷെയർ ചെയ്യാം. ഷെയർ ആയില്ലേ? ഇപ്പോഴാണ് ഇത്രയും സമയം കഴിഞ്ഞപ്പോഴാണ് ഷെയർ ആയത്. നെക്സ്റ്റ് നമുക്ക് പഠിക്കാനുള്ളത് ജോബ് റെസ്പോൺസിബിലിറ്റീസ് ഓഫ് എ ബ്ലഡ് ബാങ്ക് മാനേജർ കേട്ടോ. നിങ്ങൾ ഓരോ ഡിപ്പാർട്ട്മെന്റ് ഒക്കെ പഠിക്കുമ്പോൾ ലാസ്റ്റ് നമുക്ക് ഓരോരുത്തരുടെ റെസ്പോൺസിബിലിറ്റി ഒക്കെ പഠിക്കാനുണ്ട് അല്ലെ? നമ്മള് ഫാർമസി പഠിച്ചപ്പോഴും അല്ലെ ഒക്കെ പഠിക്കുമ്പോഴും ഓരോരുത്തരുടെയും റെസ്പോൺസിബിലിറ്റി പഠിക്കാനുണ്ട് അല്ലെ? അപ്പൊ ഇവിടെ നമ്മൾ പഠിക്കുന്നത് ബ്ലഡ് ബാങ്ക് മാനേജറുടെ ജോബ് റെസ്പോൺസിബിലിറ്റീസ് ആണ് കേട്ടോ. നോക്കുക, അതൊക്കെ വായിച്ച് മനസ്സിലാക്കേണ്ട കാര്യമുള്ളൂ. എ ബ്ലഡ് ബാങ്ക് മാനേജർ ആക്ട് ആസ് എ ഹെഡ് ഓഫ് ദ എൻറ്റയർ ബ്ലഡ് ബാങ്ക് കേട്ടോ. എൻറ്റയർ ബ്ലഡ് ബാങ്കിന്റെ ഹെഡ് ആയിട്ട് പ്രവർത്തിക്കുന്നത് ആരാണ്? ബ്ലഡ് ബാങ്ക് മാനേജർ ആണ്. പിന്നെ അദ്ദേഹത്തിന്റെ ഡ്യൂട്ടീസ് ആൻഡ് റെസ്പോൺസിബിലിറ്റീസ് എന്തൊക്കെയാണെന്ന് അറിയോ? ഹി ഓർ ഷീ ഇസ് അറ്റ് ദ ഹെൽം ഓഫ് എ ഡെയിലി ഓപ്പറേഷൻസ് അറ്റ് ദ ബ്ലഡ് ബാങ്ക്, ചെക്കിംഗ് എക്സ്പെൻസസ്, കണ്ടക്ടിങ് ഇൻസ്പെക്ഷൻസ് ആൻഡ് വർക്കിംഗ് വിത്ത് തേർഡ് പാർട്ടി ആണ് കേട്ടോ. ഹാൻഡ് പാർട്ടി അല്ല, തേർഡ് പാർട്ടി ആണ് കേട്ടോ. ടെക്സ്റ്റിൽ കറക്റ്റ് ആണെങ്കിൽ കുഴപ്പമില്ല, അല്ലാന്നുണ്ടെങ്കിൽ തിരുത്തണം കേട്ടോ. ഹാൻഡ് എന്നല്ല, തേർഡ് എന്നാണ് കേട്ടോ. THIRD, തേർഡ്. ഓക്കെ, വർക്കിംഗ് വിത്ത് തേർഡ് പാർട്ടി സർവീസസ്.
അപ്പൊ അദ്ദേഹം എന്ന് പറഞ്ഞാല് ഒരു ബ്ലഡ് ബാങ്ക് മാനേജർ നമ്മൾ പറഞ്ഞു ബ്ലഡ് ബാങ്കിന്റെ തലവനാണ് അല്ലെ, ഹെഡാണ്. അപ്പൊ അതുകൊണ്ട് തന്നെ ഒരു ബ്ലഡ് ബാങ്കുമായിട്ട് ബന്ധപ്പെട്ട ഡെയിലി എല്ലാ ഓപ്പറേഷൻസുകളും പ്രവർത്തനങ്ങൾക്കും മുഴുവൻ നേതൃത്വം വഹിക്കുന്നത് ബ്ലഡ് ബാങ്ക് മാനേജർ ആണ്. അദ്ദേഹം ബ്ലഡ് ബാങ്ക് റിലേറ്റഡ് ആയിട്ടുള്ള ചെലവുകൾ അല്ലെ, എക്സ്പെൻസുകള് അതെല്ലാം ചെക്ക് ചെയ്യുന്നു, പരിശോധനകൾ കണ്ടക്ട് ചെയ്യുന്നു, ഇൻസ്പെക്ഷൻസ് നടത്തുന്നു. അതുപോലെ തന്നെ തേർഡ് പാർട്ടി സേവനങ്ങളുമായിട്ട് വർക്ക് ചെയ്യും. തേർഡ് പാർട്ടി സർവീസസ് മീൻസ് എന്താണ്, നമ്മൾ തുടക്കം പഠിച്ചില്ലേ, അതായത് ബ്ലഡ് എസ്റ്റാബ്ലിഷ്മെന്റ്സുകൾ അല്ലെ, ഈ ബ്ലഡിന്റെ ഡൊണേഷനും അല്ലെങ്കിൽ ബ്ലഡിന്റെ കളക്ഷനും ഒക്കെ ആയിട്ട് ബന്ധപ്പെട്ട് പ്രവർത്തിക്കുന്ന ഓർഗനൈസേഷൻസുകള്, ക്ലബുകള്, അങ്ങനെയുള്ള ബ്ലഡ് എസ്റ്റാബ്ലിഷ്മെന്റ്സ് ഒക്കെ ഉണ്ടല്ലോ, അവരാണ് ഈ തേർഡ് പാർട്ടി സർവീസസ് എന്ന് പറയുന്നത്. അപ്പൊ അവരുമൊക്കെ ആയിട്ട് ചേർന്ന് സഹകരിച്ച് പ്രവർത്തിക്കുക എന്നുള്ളതും ബ്ലഡ് ബാങ്ക് മാനേജറുടെ ഫംഗ്ഷൻ ആണ് കേട്ടോ. ഓക്കെ, ഇതാണ് അവിടെ പറയുന്നത്. മൂന്നാമത്തെ പോയിന്റ് ഇതാണ്, accountable for, that means responsible for selecting, training and guiding task of personnels. Personnels means staff എന്നുള്ളത് കേട്ടോ. അതായത് ബ്ലഡ് ബാങ്കിൽ പ്രവർത്തിക്കുന്ന സ്റ്റാഫുകൾ ഉണ്ടല്ലോ, അവിടുത്തെ ലാബ് ടെക്നീഷ്യന്മാരും, നമ്മൾ ആ ഓർഗാനോഗ്രാമൊക്കെ പരിചയപ്പെട്ടതാണല്ലോ. അപ്പൊ അവിടെയുള്ള സ്റ്റാഫുകൾക്ക് ആവശ്യമായിട്ടുള്ള സ്റ്റാഫുകളെ തെരഞ്ഞെടുക്കുക, ഡിപ്പാർട്ട്മെന്റിലേക്ക് ആവശ്യമായിട്ടുള്ള ആളുകളെ സെലക്ട് ചെയ്യാൻ, അവരെ റിക്രൂട്ട് ചെയ്യുക, അവർക്ക് വേണ്ട ട്രെയിനിങ് കൊടുക്കുക, പരിശീലനങ്ങൾ കൊടുക്കുക, അവർക്ക് വേണ്ട മാർഗനിർദ്ദേശങ്ങളൊക്കെ തന്നെ പ്രൊവൈഡ് ചെയ്യേണ്ടത് ബ്ലഡ് ബാങ്ക് മാനേജറാണ്. അതിന് പുറമെ he or she supervises and leads newly hired staff on the work they do. അല്ലെ, അതുപോലെ തന്നെ പുതുതായിട്ട് നിയമിക്കപ്പെട്ടിട്ടുള്ള സ്റ്റാഫുകൾ ഉണ്ടാവും അല്ലെ, അവർക്ക് സ്റ്റാഫുകൾക്ക് അവരുടെ പ്രവർത്തനങ്ങളില് അവർക്ക് വേണ്ടി ഡയറക്ഷൻസ് കൊടുക്കുക അല്ലെ, അവരെ സൂപ്പർവൈസ് ചെയ്യാം അല്ലെ, അവർക്ക് വേണ്ട നേതൃത്വം കൊടുക്കുക. And implement the different rules and regulations of the company. Training is given അല്ലെ. അതോടൊപ്പം തന്നെ കമ്പനി മീൻസ് നമ്മുടെ സ്ഥാപന ഹോസ്പിറ്റൽ അല്ലെ, അപ്പൊ ഹോസ്പിറ്റലിന്റെ ആ ഒരു ഡിപ്പാർട്ട്മെന്റ് ഏറ്റവും നല്ല രീതിയിൽ പ്രവർത്തിക്കുന്നതിന് ആവശ്യമായിട്ടുള്ള റൂൾസ് ആൻഡ് റെഗുലേഷൻസുകളൊക്കെ നടപ്പിലാക്കുക. അതുപോലെ അവിടുത്തെ സ്റ്റാഫുകൾക്ക് പരിശീലനങ്ങൾ കൊടുക്കുക. നമ്മൾ എന്തിനീ റൂൾസ് റെഗുലേഷൻസ് ഒക്കെ കൊണ്ടുവരുന്ന ഓരോ ഡിപ്പാർട്ട്മെന്റുകളും ഏറ്റവും നല്ല രീതിയിൽ പ്രവർത്തിക്കാനായിട്ട് അല്ലെ, ഏറ്റവും നല്ല രീതിയിൽ മുന്നോട്ട് പോകാൻ വേണ്ടിയിട്ട് നമ്മൾ ചില റൂൾസും റെഗുലേഷൻസുകളൊക്കെ നടപ്പിലാക്കാറുണ്ട് അല്ലെ. അപ്പൊ അതേപോലെ ബ്ലഡ് ബാങ്ക് റിലേറ്റഡ് ആയിട്ടുള്ള റൂൾസും റെഗുലേഷൻസ് ഒക്കെ നടപ്പിലാക്കുക. അതുപോലെ അവിടെ പ്രവർത്തിക്കുന്ന സ്റ്റാഫുകൾക്ക് മേൽനോട്ടം വഹിക്കുക, പുതുതായിട്ട് കയറിയിട്ടുള്ള സ്റ്റാഫുകൾക്ക് അവരുടെ വർക്കിൽ അവരെ സഹായിക്കുക, അവർക്ക് വേണ്ട ട്രെയിനിങ്ങുകളും മറ്റും കൊടുക്കുക. ഓക്കെ, പിന്നെ വരുന്ന എന്താണ്, he also oversees and assesses the gross performance of the staff and ensures that files and records are updated and properly stored കേട്ടോ. അതോടൊപ്പം തന്നെ അവിടെ പ്രവർത്തിക്കുന്ന സ്റ്റാഫുകൾ ഉണ്ടല്ലോ, അവരുടെ പെർഫോമൻസ് ഓക്കെ, അവരുടെ ആ ഒരു ഗ്രോസ് പെർഫോമൻസ്, അവർ എത്രത്തോളം നന്നായിട്ട് അവിടെ വർക്ക് ചെയ്യുന്നുണ്ട്, അവരെങ്ങനെയൊക്കെ പ്രവർത്തിക്കുന്നുണ്ട്, അതുപോലെ അവർ ചെയ്യുന്ന വർക്കുകൾ എല്ലാം അപ് ടു ഡേറ്റ് ആയിട്ട് പോകുന്നുണ്ടോ, അങ്ങനെയൊക്കെയുള്ള അവരുടെ ആ ഒരു പെർഫോമൻസ് അത് കൃത്യമായിട്ട് അസസ് ചെയ്യുക അല്ലെ, വിലയിരുത്താം അല്ലെ, അവരുടെ പെർഫോമൻസ് ഏത് രീതിയിലാണ് അത് വിലയിരുത്താം, അതിന് മേൽനോട്ടം വഹിക്കാം. അതോടൊപ്പം തന്നെ എന്താണ്, ബ്ലഡ് ബാങ്കുമായിട്ട് ബന്ധപ്പെട്ട എല്ലാ ഫയലുകളും റെക്കോർഡുകളും പ്രോപ്പർ ആയിട്ട് സ്റ്റോർ ചെയ്ത് വെക്കുന്നുണ്ടെന്നും അപ്ഡേറ്റഡ് ആണെന്ന് ഉറപ്പുവരുത്താം. അപ്ഡേറ്റഡ് ആണെന്ന് ഉറപ്പുവരുത്തുക അല്ലെ. ഇപ്പൊ ബ്ലഡ് ബാങ്കിലേക്ക് വരുന്ന ബ്ലഡിന്റെ കളക്ഷൻ ആരൊക്കെ ബ്ലഡ് കൊടുക്കുന്നുണ്ട്, എത്ര കമ്പോണൻസ് ഉണ്ട്, സ്റ്റോക്കുമായിട്ട് ബന്ധപ്പെട്ട് സ്റ്റോക്ക് രജിസ്റ്റർ ഉണ്ടായിരിക്കും, അതുപോലെ തന്നെ ആർക്കൊക്കെ കൊടുക്കുന്നുണ്ട് അവരുടെയൊക്കെ ഡീറ്റെയിൽസും കാര്യങ്ങളൊക്കെ ഉണ്ടാവും അല്ലെ. അപ്പൊ അങ്ങനെയുള്ള എല്ലാ ഫയലുകളും റെക്കോർഡുകളും അപ്ഡേറ്റഡ് ആണെന്ന് ഉറപ്പുവരുത്തുക കേട്ടോ. പിന്നെ അത് പ്രോപ്പർ ആയിട്ട് സ്റ്റോർ ചെയ്ത് വെക്കുക, സൂക്ഷിച്ചു വെക്കുക. പിന്നെ അടുത്തത് എന്താണ്, ഇതൊക്കെ ബ്ലഡ് ബാങ്ക് മാനേജറുടെ റെസ്പോൺസിബിലിറ്റി ആണ്. ലാസ്റ്റ് ആൻഡ് ഫൈനൽ പോയിന്റ് ഇതാണ്, apart from the management of blood bank staff, the blood bank manager is also responsible for developing center programs such as blood donation കേട്ടോ. അതിന് പുറമെ ഇത്രയും വരെ നമ്മൾ പറഞ്ഞത് എന്താണ്, ബ്ലഡ് ബാങ്കിലെ സ്റ്റാഫുകളെ മാനേജ് ചെയ്യുക, അവരെ സൂപ്പർവൈസ് ചെയ്യുക, അവർക്ക് വേണ്ട ഗൈഡൻസ് കൊടുക്കുക, അവർക്ക് ട്രെയിനിങ് കൊടുക്കുക അല്ലെ, ഇതിനൊക്കെയാണ് നമ്മൾ പറഞ്ഞത്. അതിന് പുറമെ ഇതും കൂടെ വേണം, ഒരു ബ്ലഡ് ബാങ്ക് മാനേജർ എന്ന് പറഞ്ഞാൽ അല്ലെങ്കിൽ ബ്ലഡ് ബാങ്കിനെ ബേസ് ചെയ്തുകൊണ്ടുള്ള ചില പ്രോഗ്രാംസുകൾ കണ്ടക്ട് ചെയ്യുക. such as ബ്ലഡ് ഡൊണേഷൻ മന്ത്. ഏതാണ് ബ്ലഡ് ഡൊണേഷൻ മന്ത് എന്ന് അറിയാമോ? ബ്ലഡ് ഡൊണേഷൻ മന്ത്
ജനുവരിയാണ് കേട്ടോ. ഈ മാസമാണ് ജനുവരിയാണ് ബ്ലഡ് ഡൊണേഷൻ മന്ത് എന്ന് അറിയപ്പെടുന്നത് കേട്ടോ. ഓക്കെ, അപ്പൊ ഈ ഒരു ബ്ലഡ് ഡൊണേഷൻ മന്ത് അല്ലെങ്കിൽ ഇപ്പൊ ബ്ലഡ് ഡൊണേഷൻ ഡേ ഒക്കെ വരുന്ന സമയത്ത് എന്ത് ചെയ്യണം? നമ്മളിപ്പോ ഒരു ബ്ലഡ് ബാങ്കുമായിട്ട് ബന്ധപ്പെട്ട് എന്തെങ്കിലും പ്രോഗ്രാമുകളൊക്കെ കണ്ടക്ട് ചെയ്യാം അല്ലെ. വേണമെങ്കിൽ ബ്ലഡ് ഡൊണേഷനുമായിട്ട് ബന്ധപ്പെട്ട എന്തെങ്കിലും പ്രോഗ്രാമുകൾ അല്ലെ നടത്താം. അല്ലെങ്കിൽ ഏറ്റവും കൂടുതൽ ബ്ലഡ് ഡൊണേറ്റ് ചെയ്തിട്ടുള്ള ആളുകൾക്കുണ്ടെങ്കിൽ അവരെ വേണമെങ്കിൽ നമുക്ക് പ്രോഗ്രാമിൽ വരാം, അവരെ ആദരിക്കാം, അങ്ങനെയൊക്കെയുള്ള കാര്യങ്ങൾ അതുമായിട്ട് ബന്ധപ്പെട്ട് എന്തെങ്കിലും അവയർനെസ് ക്ലാസ്സുകൾ കൊടുക്കുക അല്ലെ. ഇങ്ങനെയൊക്കെ പല എന്താണ് പ്രോഗ്രാംസുകൾ കണ്ടക്ട് ചെയ്യുക എന്നുള്ളതും ആരുടെ റെസ്പോൺസിബിലിറ്റി ആണ്? ബ്ലഡ് ബാങ്ക് മാനേജറുടെ റെസ്പോൺസിബിലിറ്റി ആണ് കേട്ടോ. കിട്ടിയോ പറഞ്ഞത്? അപ്പൊ ഒരു ബ്ലഡ് ബാങ്ക് മാനേജർ എന്താണ്? ഇന്ത്യൻ ബ്ലഡ് ബാങ്കിന്റെ എന്താണ്? ഹെഡാണ് അദ്ദേഹം. ബ്ലഡ് ബാങ്കിന്റെ എന്താണ് ഡെയിലി അല്ലെ ഡേ ടു ഡേ ഓപ്പറേഷൻസുകൾ എല്ലാം തന്നെ മേൽനോട്ടം വഹിക്കുന്നത് അദ്ദേഹമാണ്. അതുമായിട്ട് ബന്ധപ്പെട്ട ചെലവുകൾ പരിശോധിക്കുന്നു, പരിശോധനകൾ കണ്ടക്ട് ചെയ്യുന്നു, മറ്റ് തേർഡ് പാർട്ടി സർവീസ് ലൈക്ക് ബ്ലഡ് എസ്റ്റാബ്ലിഷ്മെന്റ്സുമായിട്ട് വർക്ക് ചെയ്യുന്നവരുമായിട്ട് പ്രോപ്പറായിട്ട് കമ്മ്യൂണിക്കേറ്റ് ചെയ്ത് അവരോട് കൊളാബറേറ്റ് ചെയ്ത് പ്രവർത്തിക്കുന്നു. അതുപോലെ ബ്ലഡ് ബാങ്കിലേക്ക് ആവശ്യമായിട്ടുള്ള സ്റ്റാഫുകളെ സെലക്ട് ചെയ്യുക, അവർക്ക് വേണ്ട ട്രെയിനിങ് കൊടുക്കുക, ഗൈഡൻസ് കൊടുക്കുക, അവരുടെ വർക്കിൽ അവരെ ഡയറക്ട് ചെയ്യുക. പിന്നെ ആ ഒരു ഡിപ്പാർട്ട്മെന്റിനെ ഏറ്റവും നല്ല രീതിയിൽ കൊണ്ടുപോകാൻ ആവശ്യമായിട്ടുള്ള റൂൾസും റെഗുലേഷൻസ് ഒക്കെ നടപ്പിലാക്കുക കേട്ടോ. പിന്നെ സ്റ്റാഫുകളുടെ പെർഫോമൻസ് കറക്റ്റ് ആയിട്ട് വിലയിരുത്തുക. എല്ലാ റെക്കോർഡുകളും ഫയലുകളും പ്രോപ്പറായിട്ട് അപ് ടു ഡേറ്റ് ആണെന്നും പ്രോപ്പറായിട്ട് സ്റ്റോർ ചെയ്തിട്ടുണ്ടെന്നും ഉറപ്പാക്കുക. പിന്നെ ബ്ലഡ് ബാങ്കിനെ ബേസ് ചെയ്തുകൊണ്ടുള്ള സെന്റർ പ്രോഗ്രാംസുകൾ കണ്ടക്ട് ചെയ്യുക. ലൈക്ക് ഇപ്പൊ ബ്ലഡ് ഡൊണേഷൻ മന്തൊക്കെ വരുന്ന സമയത്ത് എന്ത് ചെയ്യാം? അങ്ങനെയുള്ള പ്രോഗ്രാമുകളൊക്കെ കണ്ടക്ട് ചെയ്തുകൊണ്ട് ആളുകളുടെ ഇടയിൽ ആ ഒരു ബ്ലഡ് ഡൊണേഷനും അതുമായിട്ടൊക്കെ ബന്ധപ്പെട്ട ഒരു അവയർനെസ് അതൊക്കെ കൊടുക്കുക എന്നുള്ളതും ബ്ലഡ് ബാങ്ക് മാനേജറുടെ റെസ്പോൺസിബിലിറ്റിയാണ്. കിട്ടിയില്ല? എല്ലാ പോയിന്റും മനസ്സിലായില്ലേ? വായിച്ചു നോക്കിക്കൊള്ളു. നെക്സ്റ്റ് ലാസ്റ്റ് ടോപ്പിക് ആണ് ഹോസ്പിറ്റൽ അഡ്മിനിസ്ട്രേഷൻ ഫസ്റ്റ് ഇനിഷ്യേറ്റീവ്. ഇനി ഒരു ബ്ലഡ് ബാങ്കിനെ ബേസ് ചെയ്തുകൊണ്ട് ഹോസ്പിറ്റൽ അഡ്മിനിസ്ട്രേഷൻ ഉറപ്പുവരുത്തേണ്ട കാര്യങ്ങൾ എന്തൊക്കെയാണ്? അപ്പൊ നമ്മൾ ഫാർമസി പഠിച്ചപ്പോ ഫാർമസി സംബന്ധമായിട്ട് അഡ്മിനിസ്ട്രേഷൻ വിഭാഗം ഉറപ്പാക്കേണ്ട കാര്യങ്ങളുണ്ട്. എന്നതുപോലെ ബ്ലഡ് ബാങ്കുമായിട്ട് ബന്ധപ്പെട്ട് അഡ്മിനിസ്ട്രേഷൻ ഉറപ്പാക്കേണ്ട കാര്യങ്ങൾ എന്തൊക്കെയാണ് കേട്ടോ? എന്തൊക്കെയാണ്? ടു കീപ് ദ പ്രോപ്പർ സിസ്റ്റം ഓഫ് ബ്ലഡ് ട്രാൻസ്ഫ്യൂഷൻ പ്രോട്ടോകോൾ. അതായത് ഒരു ബ്ലഡ് ട്രാൻസ്ഫ്യൂഷന്റെ ഒരു ശരിയായ സംവിധാനം അവിടെ നടപ്പിലാക്കുക അല്ലെ. ബ്ലഡ് ട്രാൻസ്ഫ്യൂഷൻ പ്രോട്ടോകോൾ എന്തൊക്കെയാണ്? ബ്ലഡ് ട്രാൻസ്ഫ്യൂഷനുമായിട്ടൊക്കെ ബന്ധപ്പെട്ട് നമ്മൾ കുറെ കാര്യങ്ങൾ പഠിച്ചു അല്ലെ. ടെസ്റ്റുകളും അല്ലെ, പ്രിലിമിനറി ടെസ്റ്റുകളൊക്കെ നമ്മൾ കണ്ടു. പിന്നെ ഇപ്പോഴും ബ്ലഡ് ട്രാൻസ്ഫ്യൂഷൻ ചെയ്യുമ്പോൾ ഡൊണേഷനുമായിട്ടൊക്കെ ബന്ധപ്പെട്ട കാര്യങ്ങളൊക്കെ കണ്ടു. അപ്പൊ കൃത്യമായിട്ട് ഏറ്റവും സേഫ് ആയിട്ടുള്ള രീതിയിൽ ആ ഒരു ബ്ലഡ് ട്രാൻസ്ഫ്യൂഷൻ നടത്തുന്നതിന് ആവശ്യമായിട്ടുള്ള സംവിധാനങ്ങൾ എന്ത് ചെയ്യുക? അവിടെ നടപ്പിലാക്കുക കേട്ടോ. അതാണ് ടു കീപ് ദ പ്രോപ്പർ സിസ്റ്റം ഓഫ് ബ്ലഡ് ട്രാൻസ്ഫ്യൂഷൻ പ്രോട്ടോകോൾ. അത് കറക്റ്റ് ആയിട്ട് അവിടെ ഫോളോ ചെയ്യുന്നുണ്ടോ എന്നുള്ളത് ആരും ഉറപ്പുവരുത്തണം? അവിടുത്തെ അഡ്മിനിസ്ട്രേഷൻ ഉറപ്പാക്കണം കേട്ടോ. പിന്നെ അടുത്തത് എന്താണ്? വെരിഫൈ ഇൻസിഡന്റ് ഫോംസ് റിലേറ്റഡ് ടു ട്രാൻസ്ഫ്യൂഷൻ റിയാക്ഷൻസ്, പ്രോപ്പർ മെയിൻ്റനൻസ് ഓഫ് റെക്കോർഡ്സ്. അതുപോലെ ഇൻസിഡന്റ് ഫോംസ് മീൻസ് നമുക്ക് അറിയാലോ ട്രാൻസ്ഫ്യൂഷൻ റിയാക്ഷൻ അല്ലെ. ട്രാൻസ്ഫ്യൂഷൻ മൂലം ഉണ്ടാകുന്ന ചില പ്രതികൂല അഡ്വേഴ്സ് ആയിട്ടുള്ള റിയാക്ഷൻസ് ഉണ്ട്. ഞാൻ പറഞ്ഞല്ലോ മൈൽഡ് ആയിട്ടുള്ള റിയാക്ഷൻസും ഉണ്ട്, ലൈഫ് ത്രെട്ടനിങ് ആയിട്ടുള്ള റിയാക്ഷൻസ് വരെ ഉണ്ടാകാറുണ്ട് കേട്ടോ. അപ്പൊ അങ്ങനെയൊക്കെ എന്തെങ്കിലും റിപ്പോർട്ട് ചെയ്യപ്പെട്ടിട്ടുണ്ടെങ്കിൽ അതുമായിട്ട് ബന്ധപ്പെട്ട അത്തരം ഇൻസിഡന്റുകൾ ഉണ്ടായിട്ടുണ്ടെങ്കിൽ അതിന്റെ ഇൻസിഡന്റ് ഫോംസുകൾ വെരിഫൈ ചെയ്യാം. അത്തരം ഇൻസിഡൻസ് ഒക്കെ റിപ്പോർട്ട് ചെയ്യുമ്പോൾ കറക്റ്റ് ആയിട്ട് അത് എന്ത് ചെയ്ത് വെക്കണം? റിപ്പോർട്ട് ചെയ്ത് വെക്കണം. അതിന്റെ കാര്യങ്ങളും കാരണങ്ങളും ഇൻവെസ്റ്റിഗേഷൻസ് ഒക്കെ നടത്തണം. അത് റിപ്പോർട്ടിംഗ് ഓഫീസർ ആരാണോ അവരെ അറിയിക്കണം. അപ്പൊ അങ്ങനെയുള്ള ട്രാൻസ്ഫ്യൂഷൻ റിയാക്ഷൻസുമായിട്ട് ബന്ധപ്പെട്ട ഇൻസിഡൻസ് ഫോംസുകൾ അത് കറക്റ്റ് ആയിട്ട് വെരിഫൈ ചെയ്യാം. ഓക്കെ, പിന്നെന്താണ്? പ്രോപ്പർ മെയിൻ്റനൻസ് ഓഫ് റെക്കോർഡ്സ് അല്ലെ. ബ്ലഡ് ബാങ്ക് സംബന്ധമായിട്ടുള്ള റെക്കോർഡുകൾ എല്ലാം തന്നെ പ്രോപ്പർ ആയിട്ട് മെയിൻറ്റെയിൻ ചെയ്യാം.
പിന്നെന്താ പറയുന്നത്, പ്രോപ്പർ സ്റ്റോറേജ് ഓഫ് എ ബ്ലഡ് ആൻഡ് ബ്ലഡ് പ്രോഡക്റ്റ് അല്ലെ. ബ്ലഡ് ആൻഡ് ബ്ലഡ് പ്രോഡക്റ്റ് മീൻസ് ബ്ലഡ് കമ്പോണൻസുകളാണ്. അപ്പൊ ബ്ലഡ് ബാങ്കില് ബ്ലഡിന്റെയും മറ്റ് എല്ലാ കമ്പോണൻസുകളുടെയും പ്രോപ്പർ ആയിട്ടുള്ള സ്റ്റോറേജ് ഉറപ്പാക്കുക കേട്ടോ. സ്റ്റോറേജ് ഉറപ്പാക്കുക എന്ന് പറയുമ്പോൾ അതിന്റെ ഒരു സ്റ്റോക്ക് മെയിൻ്റെനൻസും കൂടെ അതിന്റെ ഭാഗമാണ് കേട്ടോ. സ്റ്റോറേജ് എന്ന് വെച്ചാൽ സ്റ്റോക്കും കൂടെ കറക്റ്റ് ആയിട്ട് മെയിൻറ്റെയിൻ ചെയ്യും. എന്തെങ്കിലും കമ്പോണന്റുകളൊക്കെ ഷോർട്ടേജ് വരുമ്പോൾ അത് പെട്ടെന്ന് തന്നെ കളക്ട് ചെയ്ത് വെക്കുക. സ്റ്റോക്ക് പ്രോപ്പർ ആയിട്ട് മാനേജ് ചെയ്യേണ്ടതൊക്കെ അതിന്റെ ഭാഗമാണ് കേട്ടോ. ഓക്കെ, ദെൻ അടുത്തത് എന്താണ് പറയുന്നത്, ഡിപ്പാർട്ട്മെന്റ് ഈസ് കൺട്രോൾഡ് ബൈ ദ വെൽ ട്രെയിൻഡ് ആൻഡ് ക്വാളിഫൈഡ് പേഴ്സണൽ. ആണ് ഡിപ്പാർട്ട്മെന്റ് ഈസ് കൺട്രോൾഡ് ബൈ ദ വെൽ ട്രെയിൻഡ് ആൻഡ് ക്വാളിഫൈഡ് പേഴ്സണൽ അല്ലെ. ഈ ഒരു ഡിപ്പാർട്ട്മെന്റ് ആരാണ് കൺട്രോൾ ചെയ്യുന്നത്, ട്രെയിൻഡ് ആയിട്ടുള്ള ഒരു ക്വാളിഫൈഡ് ആയിട്ടുള്ള ഒരു വ്യക്തി ആയിരിക്കണം, ഒരു പ്രൊഫഷണൽ ആയിരിക്കണം ഈ പറയുന്ന ഒരു ബ്ലഡ് ബാങ്ക് കൺട്രോൾ ചെയ്യേണ്ടത് അല്ലെ. അതങ്ങനെയാണെന്നുള്ളത് അഡ്മിനിസ്ട്രേഷൻ ഉറപ്പാക്കണം അല്ലെ. ഏറ്റവും നല്ല രീതിയിൽ ക്വാളിഫൈഡ് ആയിട്ടുള്ള ട്രെയിൻഡ് ആയിട്ടുള്ള ഒരു പേഴ്സണൽ അല്ലെങ്കിൽ ഒരു സ്റ്റാഫ് ആയിരിക്കണം ഈ ഒരു ഡിപ്പാർട്ട്മെന്റ് നിയന്ത്രിക്കേണ്ടത്. പിന്നെ അടുത്തത് എന്താണ്, make arrangements for meetings to identify and settle departmental issues and also to revise the existing policies. അതുപോലെ തന്നെ ഡിപ്പാർട്ട്മെന്റൽ ഇഷ്യൂസ്, നമ്മുടെ ഡിപ്പാർട്ട്മെന്റ് ഏതാണ്, ബ്ലഡ് ബാങ്ക്. ഓക്കെ, അപ്പൊ ഈ ബ്ലഡ് ബാങ്കുമായിട്ട് ബന്ധപ്പെട്ട് എന്തെങ്കിലും പ്രശ്നങ്ങളോ അല്ലെങ്കിൽ എന്തെങ്കിലും പരാതികളോ ഒക്കെ വന്നു കഴിഞ്ഞാൽ അത് കൃത്യമായിട്ട് മനസ്സിലാക്കി അത് പരിഹരിക്കുന്നതിന് ആവശ്യമായിട്ടുള്ള മീറ്റിങ്ങുകൾ അറേഞ്ച് ചെയ്യും കേട്ടോ. അതൊക്കെ കണ്ടക്ട് ചെയ്യാം. അതിപ്പോ ഒരു ഹോസ്പിറ്റൽ അഡ്മിനിസ്ട്രേഷനെ സംബന്ധിച്ച് അവിടെ ഏതൊക്കെ ഡിപ്പാർട്ട്മെന്റുകൾ പ്രവർത്തിക്കുന്നുണ്ടോ എല്ലാ ഡിപ്പാർട്ട്മെന്റുകൾക്കും നോക്കി ഈക്വൽ റെസ്പോൺസിബിലിറ്റി ആണുള്ളത്. അതിപ്പോ ബ്ലഡ് ബാങ്ക് ആയാലും ഏത് കാർഡിയോളജി ഡിപ്പാർട്ട്മെന്റ് ആയാലും ഏത് ഡിപ്പാർട്ട്മെന്റുകൾ ആയി കഴിഞ്ഞാലും ആ ഡിപ്പാർട്ട്മെന്റ് സംബന്ധമായിട്ട് വരുന്ന ഇഷ്യൂസുകള്, മറ്റുള്ള കൺസേൺസ്, ഗ്രീവൻസസ് ഒക്കെ വരുമല്ലോ, പരാതികളും പ്രശ്നങ്ങളൊക്കെ, അതൊക്കെ തന്നെ കറക്റ്റ് ആയിട്ട് ഐഡന്റിഫൈ ചെയ്ത് അത് സെറ്റിൽ ചെയ്യാനായിട്ടുള്ള മീറ്റിങ്ങുകൾ അറേഞ്ച് ചെയ്യാം. അതോടൊപ്പം ആൾസോ ടു റിവൈസ് എക്സിസ്റ്റിംഗ് പോളിസീസ്, നിലവിലുള്ള പോളിസീസുകളൊക്കെ ഒന്ന് റിവൈസ് ചെയ്യാം. നമ്മൾ പറഞ്ഞില്ലേ പോളിസികളും പോളിസികളൊക്കെ എന്തിനാ നമ്മൾ നടപ്പിലാക്കുന്നത്, ആ ഡിപ്പാർട്ട്മെന്റുകൾ ഏറ്റവും നല്ല രീതിയിൽ മുന്നോട്ട് കൊണ്ടുപോകാൻ വേണ്ടിയിട്ടാണ്. അപ്പൊ ചിലപ്പോൾ ഓരോ കാലഘട്ടങ്ങൾ മാറുന്നതിനനുസരിച്ച് ചിലപ്പോൾ നമുക്ക് പഴയ വല്ല പോളിസികളൊക്കെ ഉണ്ടെങ്കിൽ ഔട്ട്ഡേറ്റഡ് ആയിട്ടുള്ള പോളിസി ഒക്കെ ഉണ്ടെങ്കിൽ എടുത്ത് മാറ്റേണ്ടി വരും. ചിലപ്പോൾ പുതിയ പോളിസികൾ നടപ്പിലാക്കേണ്ടി വരും. ഓരോ പ്രശ്നങ്ങൾ വരുമ്പോഴാണ് നമുക്കത് റിവൈസ് ചെയ്യേണ്ടതായിട്ട് വരാം അല്ലെ. ഓരോ പ്രോബ്ലംസുകളൊക്കെ വരുമ്പോഴാണ്, അങ്ങനെ പ്രോബ്ലംസ് വരുമ്പോൾ ഇന്ന പ്രശ്നങ്ങൾ വരുമ്പോഴാണ് നമുക്ക് ചില പോളിസികളെ ചിലപ്പോൾ ഒന്നുകൂടെ ഒന്ന് പോളിഷ് ചെയ്യേണ്ടതായിട്ട് വരും, റിവൈസ് ചെയ്യേണ്ടതായിട്ട് വരും, ചിലപ്പോൾ ചിലതെടുത്ത് മാറ്റേണ്ടി വരും അല്ലെ. അപ്പൊ അങ്ങനെയൊക്കെയുള്ള കാര്യങ്ങൾ ചെയ്യാം. ടു റിവൈസ് ദ എക്സിസ്റ്റിംഗ് പോളിസീസ്, നിലവിലുള്ള പോളിസികളൊക്കെ കൃത്യമായിട്ട് റിവൈസ് ചെയ്യാം, അത് അപ്ഡേറ്റ് ചെയ്യാം, പുതിയത് ആഡ് ചെയ്യാൻ പറ്റുമെങ്കിൽ അത് ആഡ് ചെയ്യാം. അങ്ങനെ മൊത്തത്തിൽ എന്താണ് ബ്ലഡ് ബാങ്കിന്റെ പ്രവർത്തനമാണ് വർക്ക് ഫ്ലോ ഏറ്റവും സുഗമമാക്കിയിട്ട് മുന്നോട്ട് കൊണ്ടുപോകുക അല്ലെ. അത് ഉറപ്പാക്കേണ്ടത് അവിടുത്തെ അഡ്മിനിസ്ട്രേഷൻ ആണ്. ഓക്കെ, ക്ലിയർ ആയല്ലോ. അഡ്മിനിസ്ട്രേഷന്റെ ഉറപ്പാക്കേണ്ട കാര്യങ്ങളൊക്കെ മനസ്സിലായല്ലോ. എന്താണ്, ഒരു പ്രോപ്പർ ബ്ലഡ് ട്രാൻസ്ഫ്യൂഷൻ പ്രോട്ടോകോൾ സംവിധാനം നിലനിർത്തുക, അതുപോലെ ട്രാൻസ്ഫ്യൂഷൻ റിയാക്ഷനുമായിട്ട് ബന്ധപ്പെട്ട് ഇൻസിഡന്റ് ഫോമുകൾ വെരിഫൈ ചെയ്യുക, റെക്കോർഡുകൾ മെയിൻറ്റെയിൻ ചെയ്യുന്നത് ഉറപ്പുവരുത്തുക, അതുപോലെ ബ്ലഡ് ബാങ്കിലെ ബ്ലഡും ബ്ലഡ് പ്രോഡക്റ്റുകളുടെ പ്രോപ്പർ സ്റ്റോറേജ് അത് ഉറപ്പുവരുത്തുക, അതുപോലെ ഏറ്റവും ക്വാളിഫൈഡ് ആയിട്ടുള്ള ട്രെയിനഡ് ആയിട്ടുള്ള ഒരു പ്രൊഫഷണൽ ആണ് ഒരു ബ്ലഡ് ബാങ്ക് കൺട്രോൾ ചെയ്യുന്നത്, അത് ഉറപ്പാക്കുക. പിന്നെ ഈ ഡിപ്പാർട്ട്മെന്റിൽ സംബന്ധമായിട്ടുള്ള ഇഷ്യൂസുകൾ തിരിച്ചറിഞ്ഞ് അത് പരിഹരിക്കുന്നതിന് ആവശ്യമായിട്ടുള്ള മീറ്റിംഗ്സുകൾ അറേഞ്ച് ചെയ്യുക, നിലവിലുള്ള പോളിസികളെ പരിഷ്കരിക്കുക. ഓക്കെ, ഇതോടുകൂടി നമ്മുടെ ബ്ലഡ് ബാങ്ക് എന്ന് പറയുന്ന ചാപ്റ്റർ കഴിയുകയാണ് കേട്ടോ. വളരെ എളുപ്പമുള്ള ഒരു ചാപ്റ്റർ ആണ്. അപ്പൊ മെയിൻ ആയിട്ട് ഇതിലെ ബ്ലഡ് ബാങ്കിന്റെ ഫംഗ്ഷൻസ് പഠിക്കണം, ഇൻഫ്രാസ്ട്രക്ചർ, പിന്നെ ബ്ലഡിന്റെ കമ്പോണന്റുകൾ ഇമ്പോർട്ടന്റ് ആണ് കേട്ടോ. ഓരോ കമ്പോണന്റുകളുടെ ഫംഗ്ഷൻ ഒക്കെ നമ്മളോട് ചോദിച്ചു കണ്ടിട്ടുണ്ട്. അതൊക്കെയാണ് മെയിൻ ആയിട്ട് നോക്കാനുള്ളത്. പിന്നെ ഇപ്പോഴാണ് എന്താണ് ബ്ലഡ് ട്രാൻസ്ഫ്യൂഷൻ എപ്പോഴാണ് ആവശ്യമായിട്ട് വരുന്നത്, കുറച്ച് പോയിന്റുകളൊക്കെ പഠിച്ചിട്ടുണ്ടാവും. ഓക്കെ, പിന്നെ ആരാണ് യൂണിവേഴ്സൽ ഡോണർ, യൂണിവേഴ്സൽ ആക്സെപ്റ്റർ, യൂണിവേഴ്സൽ റെസിപ്പിയന്റ് ആരാണ്. ഓക്കെ, പിന്നെ ബ്ലഡ് ബാങ്ക് മാനേജറും അദ്ദേഹത്തിന്റെ റെസ്പോൺസിബിലിറ്റി, പിന്നെ അഡ്മിനിസ്ട്രേഷൻ ഉറപ്പാക്കേണ്ട കാര്യം. വളരെ കുറച്ച് കണ്ടന്റ് മാത്രമാണ് ഇവിടെ പഠിക്കാനുള്ളത് കേട്ടോ. ഇനി നമുക്ക് നെക്സ്റ്റ് ക്ലാസ്സിൽ പുതിയൊരു ചാപ്റ്റർ തുടങ്ങാം. ചാപ്റ്റർ നമ്പർ 7 ആണ് കേട്ടോ, ഡയറ്ററി സർവീസസ്. ഇതൊക്കെ നമ്മൾ സപ്പോർട്ടീവ് ഡിപ്പാർട്ട്മെന്റ് ആയിട്ട് പഠിച്ചിട്ടാണ്. ഓരോ ഡിപ്പാർട്ട്മെന്റുകളും നമുക്ക് പഠിക്കണം കേട്ടോ. ഡയറ്ററി സർവീസസ് എന്ന് പറയുന്ന ചാപ്റ്റർ നെക്സ്റ്റ് ക്ലാസ്സിൽ നമുക്ക് എടുക്കാം കേട്ടോ. ഓക്കെ,
മാം ഒരു ഡൗട്ട് ചോദിച്ചോട്ടെ? ആ. നമ്മളിപ്പോ ഇതില് ബ്ലഡ് ബാങ്ക് മാനേജർ എന്ന് പറഞ്ഞില്ലേ? ബ്ലഡ് ബാങ്കിന്റെ ബ്ലഡ് ബാങ്ക് മാനേജർ എന്ന് നമ്മ പറയുന്നില്ലേ? ഒരു അവരുടെ റെസ്പോൺസിബിലിറ്റി നമ്മൾ പഠിച്ച്. അപ്പൊ ഈ ബ്ലഡ് ബാങ്ക് മാനേജർ എന്ന് പറയുന്നത് നമ്മള് ഓർഗാനോഗ്രാമിൽ പഠിച്ച മെഡിക്കൽ ഡയറക്ടർ ആണോ, ക്വാളിറ്റി മാനേജർ ആണോ? ബ്ലഡ് ബാങ്ക് മാനേജർ എന്ന് പറയുമ്പോൾ ഒരു ക്വാളിറ്റി ലെവലിലായിരിക്കും വരിക കേട്ടോ. ക്വാളിറ്റി മാനേജർ എന്നുള്ള ലെവലിൽ അതിലേക്കായിരിക്കും വരിക. മെഡിക്കൽ ഡയറക്ടർ എന്ന് പറയുമ്പോൾ പൊതുവെ ഒരു ഡോക്ടർ ആവാനാണ് സാധ്യത കേട്ടോ. ഓക്കെ ഓക്കെ ഓക്കെ, താങ്ക്സ്. അപ്പൊ വേറെ ഒന്നുമില്ലല്ലോ. ഓക്കെ, അപ്പൊ നമുക്ക് നെക്സ്റ്റ് ക്ലാസ്സിൽ കാണാം. പുതിയ ചാപ്റ്റർ ആണ് കേട്ടോ, നെക്സ്റ്റ് ക്ലാസ്സിൽ എടുക്കാം. താങ്ക് യു. ഓക്കെ, താങ്ക് യു മാം. താങ്ക് യു മാം.